എന്റെ മനസ്സിൽ ഫെമിനിസം എന്ന് പറയുന്നത് ഈക്വൽ റൈറ്റ്സ്, ഈക്വൽ പേ, ഈക്വൽ ഓപ്പർച്യൂണിറ്റി, അതും കൊടുക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ മാത്രം. ഇത് ആണുങ്ങൾക്കെതിരെയുള്ള യുദ്ധവും കാര്യങ്ങളൊന്നും അല്ല. ഔട്ട്റേജിംഗ് ദ മോഡസ്റ്റി ഓഫ് വുമൺ എന്ന് പറയുമ്പോൾ പുരുഷന്മാർക്ക് എന്താ മോഡസ്റ്റി ഇല്ലേ? ട്രെയിനിൽ മറ്റേ സഞ്ചരിക്കുമ്പോഴത്തേക്ക് വരുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ എല്ലാവരും പേടി അല്ല, ട്രാൻസ്ജെൻഡേഴ്സ് വരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ പേടിക്കുന്നു. ഞാൻ കണ്ടിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഈ വന്നിട്ട് ഐ കൺസിഡർ ദിസ് ബേസിക്കലി എക്സ്ട്രോഷൻ ഇൻ ബ്രോഡ് ഡേ ലൈറ്റ്. മറ്റേ ഐഡന്റിഫിക്കേഷൻ, ഷീ ഹർ ദേ. ആരാണ് ഈ ഷീ ഹറും ദേ ഒക്കെ? ചിലർക്ക് കസേര പ്രണയം, ചിലർക്ക് തെങ്ങുമ്പോ പ്രണയം, ഈ വാഴ പ്രണയം. എനിക്കറിയാൻ പരിപാടി അല്ല, വാഴ പ്രണയം പണ്ട് ഉണ്ടായിരുന്നു. അത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ ചാനലിന്റെ പേര് 100% ഇല്ലിറ്ററസി. ഹായ്, എൻ്റെ പേര് അലൻ ജോർജ്. ഞാൻ എൻ്റെ ലൈഫിൽ എപ്പോഴും പാഷനേറ്റ് ആയിട്ട് കണ്ടിരുന്ന ഒരു സാധനം കണ്ടന്റ് ക്രിയേഷൻ ആണ്. എപ്പോഴെങ്കിലും ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആവണം എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷെ സമയത്തിന്റെ പരിമിതികൾ കൊണ്ടും പല കാരണങ്ങളും കൊണ്ടും, അല്ലെങ്കിൽ എനിക്ക് അതിലേക്ക് ഒരു നല്ല ഇൻപുട്ട് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥകൾ കൊണ്ടും എനിക്ക് അത് തുടങ്ങാൻ പറ്റിയില്ല. പക്ഷെ ഇപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ് ഇന്ന്. എൻ്റെ ഒരു വളരെ ലോങ് ചെറിഷ് ഡ്രീം അല്ലെങ്കിൽ വലിയൊരു സ്വപ്നം യാഥാർത്ഥ്യമാകാൻ പോവാണ്. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഒരു പോഡ്കാസ്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോ ഇന്ന് എൻ്റെ കൂടെയുള്ള എൻ്റെ 2 ഫ്രണ്ട്സ് ആണ്, അപർണ, അശ്വിൻ. ഹായ്. സോ നമ്മൾ സമകാലിക പ്രസക്തിയുള്ള അല്ലെങ്കിൽ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ എന്തെങ്കിലും ഇൻഫ്ലുവൻസ് ഉള്ള ഒരു വിഷയത്തിനെ പറ്റി സംസാരിക്കാം എന്നാണ് തീരുമാനിച്ചിരുന്നത്. എൻ്റെ മനസ്സിൽ ഒരു വിഷയമുണ്ട്, അത് നിങ്ങളുടെ മനസ്സിലും അതേ വിഷയം തന്നെ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അതിനു മുമ്പൊരു ചോദ്യം, വിഷയത്തിലേക്ക് പോകുന്നതിന് മുമ്പ്, അപർണ വോക്കാണോ? വോക്കാണ്. അതെ. അശ്വിൻ വോക്കാണോ? എക്സ്ട്രീമിലോട്ടല്ല, എക്സ്ട്രീമിലേക്കല്ല, ഒരു മധ്യഭാഗം, ഒരു സെൻട്രിസ്റ്റ്. ഓക്കെ. അപ്പോൾ ഈ വോക്ക് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, എന്താണ് ഈ വോക്ക് ഐഡിയോളജി എന്ന്. കാര്യം എല്ലാ തവണയും നമ്മൾ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ കേൾക്കുന്നൊരു വാക്കല്ല ഈ വോക്ക് എന്ന് പറയുന്നത്. വോക്ക് എന്താണ് എന്നൊരു സംശയം എല്ലാവർക്കും ഉണ്ടാവും. അപർണ, വോക്ക് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. ഈ വോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം അത് പല രീതിയിൽ നമുക്ക് നിർവചിക്കാവുന്ന ഒരു വാക്കാണ്. പക്ഷെ അതിൽ ബേസിക് അതിന്റെ കോർ എന്ന് പറയുന്നത് എല്ലാ തരത്തിലുള്ള ഇപ്പം ഉച്ചനീചത്വങ്ങൾ, ഇപ്പം അരികൽക്കരിക്കപ്പെട്ടവരായാലും അങ്ങനെ ഏത് തരത്തിലായാലും അവരെ എല്ലാവരും ഒരു തുല്യതയിൽ കാണും. ബേസിക്കലി ഇഗലറ്റേറിയനിസം എന്ന് പറയുന്ന ഒരു ആശയം. ഇപ്പം നെമോളിയറൊക്കെ പണ്ടൊരു കവിത എഴുതിയിട്ടുണ്ട്. അതായത് അവര് കമ്മ്യൂണിസ്റ്റുകാരെ തേടി വന്നു, ഞാനൊന്നും വേണ്ടിയില്ല, കാരണം ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനല്ല. അവര് ജൂതന്മാരെ തേടി വന്നു, ഞാനൊന്നും വേണ്ടിയില്ല, കാരണം ഞാനൊരു ജൂതനല്ല. അവര് ട്രേഡ് യൂണിയനിസ്റ്റുകാരെ തേടി വന്നു, ഞാനൊന്നും വേണ്ടിയില്ല, കാരണം ഞാനൊരു ട്രേഡ് യൂണിയനിസ്റ്റുകാരനല്ല. പക്ഷേ അവസാനം അവരെന്നെ തേടി വന്നപ്പോൾ എനിക്ക് വേണ്ടി മിണ്ടാൻ ആരുമില്ല. ഇത്തരം ഒരു ആശയം തന്നെയാണ് ബേസിക്കലി. നമ്മൾ ഒരുപക്ഷെ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെതിരെ സംസാരിക്കാനുള്ള അല്ലെങ്കിൽ ഒരു കൂട്ടം എന്നുള്ള ഒരു ആശയം, അത്തരത്തിൽ മനോഹരമായിട്ടുള്ള ഒരു ആശയമാണ് ഈ വോക്ക് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഈ വോക്ക് എന്ന് പറയുന്ന ഒരു ആശയം ഒരു 2010 ആ ഒരു 2010, അതായത് ഒരു ലേറ്റ് 2000 2010 ആ ഒരു സമയത്താണ് ഇത് കുറച്ചുകൂടി നമ്മുടെ ഇടയിൽ സുപരിചിതമായിട്ട് വന്നത്. ഇടതുപക്ഷ ലിബറൽ ആശയങ്ങളോട് ചേർന്നിട്ട് വന്നിട്ടുള്ള അതാണ് ശരിക്കും. എന്റെ അറിവ് ശരിയാണെങ്കിൽ ഇത് വോക്ക് എന്ന വാക്കൊരു ആഫ്രിക്കൻ അമേരിക്കൻ വെർണാക്കുലറിലെ ഒരു അഡ്ജക്റ്റീവ് ആണ്, ഒരു സ്ലാങ് ടേം ആണ്. സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ എന്താ പറയാ, നമ്മള് ഇപ്പോ ഞാൻ പറഞ്ഞ പോലെ ഇപ്പൊ നിലനിൽക്കുന്ന ഉച്ചനീചത്വങ്ങളെ എതിർത്തുകൊണ്ട് ഉള്ള ഒരു ആശയമാണ് വോക്ക്. ഓക്കെ. സോ ഇപ്പോ അതിന്റെ അകത്ത് നമ്മള് എന്താ പറയാ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയങ്ങളിൽ എന്തൊക്കെ വരും? LGBTQ, ഫെമിനിസം വരും. ഇപ്പൊ റേസിസത്തിന് അഗൈൻസ്റ്റ് ആയിട്ട് പറയും. ഇപ്പൊ നമുക്ക് ഇന്ത്യന്റെ ഒരു കൺസെപ്റ്റ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ കാസ്റ്റ് സിസ്റ്റം, ക്ലാസ് സിസ്റ്റം, ഇതിനൊക്കെ എതിരായിട്ടുള്ള റിസർവേഷൻ പറയും. അപ്പോ ഈ വോക്കും റിസർവേഷനും തമ്മിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഒരു ബന്ധം ഉണ്ടെന്ന് ഞാൻ പറയും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇപ്പോഴും വർഷങ്ങളായിട്ട് അടിച്ചമർത്തപ്പെടൽ അനുഭവിക്കുന്ന ഒരു സെക്ഷൻ ഇപ്പോഴും നമ്മുടെ നാട്ടില് ഉണ്ട്, ഇന്ത്യയിലുണ്ട്. പൊതുവെ എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. പ്രധാനമായും ഇന്ത്യയിൽ കാസ്റ്റ് സിസ്റ്റം കാരണം അല്ലെങ്കിൽ അതിന്റെ അന്ധത കാരണം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരുപാട് പേര് ഉണ്ട് എന്നാണ് എന്റെ വിശ്വാസം. കാസ്റ്റിന്റെ ഒറിജിൻ തന്നെ വളരെ പഴയതാണ്. ഈ പറഞ്ഞ ആദിപുരുഷൻ എന്ന് പറയുന്ന ഒരു രീതിയിലാണ് കാസ്റ്റിനെ കുറിച്ച് പറയുന്നത്. അപ്പൊ കാസ്റ്റില് ആദിപുരുഷന്റെ തലയിൽ നിന്നുണ്ടായതാണ് ബ്രാഹ്മണന്മാർ, തോളിൽ നിന്നുണ്ടായ ക്ഷത്രിയന്മാർ, ഇതുപോലെ തൊടയിൽ നിന്നുണ്ടായത് വൈശ്യന്മാർ, അതിന് താഴെ കാലിൽ നിന്നുണ്ടായത് ശൂദ്രന്മാർ. ഇതിലൊന്നും പെടാത്തവരാണ് ഈ പറയുന്ന ദളിതന്മാരിലെ ആ ഒരു സെറ്റപ്പ് പണ്ട് തൊട്ടേ ഫോളോ ചെയ്യുന്നത്. അൺടച്ചബിൾസിനെക്കാളും എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒരു എന്താ പറയാ ബാക്ക്വേർഡ്
മാർജിനലൈസ്ഡ്. അന്ന് അത് പറഞ്ഞത് ആ ഒരു കോൺസെപ്റ്റിലാണ്. അതായത് ദളിത എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രോക്കൺ എന്നുള്ള ഒരു മീനിങ് ആണ്. ബ്രോക്കൺ, അതെ. ഒരു എന്നാണ് പറഞ്ഞു വരുന്നത്. നമ്മളിപ്പോ എന്താ പറയാ, നമ്മൾ പല രാജ്യങ്ങളിൽ നോക്കുകയാണെങ്കിലും അവിടുത്തെ ഒക്കെ കാലം ഒരു മറ്റുള്ളവർ അനുഭവിച്ച വിവേചനം ചെറുതാണ് എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ പലയിടത്തെയും വ്യവസ്ഥിതിയും കാര്യങ്ങളൊക്കെ ഇപ്പൊ ഒരുപാട് മാറി വരുന്നുണ്ട്. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോഴും ഒരു കാസ്റ്റ് സിസ്റ്റം നിലകൊള്ളുന്നു എന്നാണ് എന്റെ വിശ്വാസം. നമ്മൾ കാണാത്തത് കൊണ്ടാണ്, പക്ഷെ എന്നാൽ പോലും അത് വളരെ വലിയ രീതിയിൽ തന്നെ ഇപ്പോഴും ഉണ്ടെന്നാണ് എന്റെ ഒരു കോൺസെപ്റ്റ്. അതെ, അല്ല, കാസ്റ്റ് സിസ്റ്റം എപ്പോഴും നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ്. ഈവൻ ഇപ്പോഴും വളരെ റീസെന്റ് ആയിട്ട് ഏതൊരു കുട്ടിയെ ഒരു അധ്യാപിക അടിച്ചു എന്നുള്ള വാക്ക് ബേസിക് ആയിട്ടും കാസ്റ്റ് സിസ്റ്റത്തിന്റെ അടിസ്ഥാനത്തിൽ, കാരണം ആ ഒരു ചിത്രങ്ങളൊക്കെ കണ്ടാൽ തന്നെ അറിയാം. അത് മാറാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവും, കാരണം പറയാൻ പേടിയുണ്ട് പലർക്കും. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ ഇപ്പോഴും ആ സാധനം ഇപ്പോഴും അങ്ങനെ കിടപ്പുണ്ട്, നിലകൊള്ളുന്നു എന്നുള്ളത് ഒരു സത്യമാണ്. പക്ഷെ ഇതിനൊരു കാസ്റ്റിന് ഇപ്പോഴും ഇന്ത്യയിൽ വളരെ പ്രസക്തമായിട്ടൊരു വോട്ട് ബാങ്ക് പൊളിറ്റിക്സിന്റെ കഥ കൂടി പറയാനുണ്ട്. തീർച്ചയായും നമ്മൾ ഈ പറയുന്ന പ്രീ ഇൻഡിപെൻഡൻസ് പീരീഡിൽ ബ്രിട്ടീഷേഴ്സ് ഇവിടെ ഉണ്ടായ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ആ സമയത്ത് ബ്രാഹ്മിൻസിനാണ് അവർ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരുന്നത്. അവരുദ്ദേശിച്ച കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ ബ്രിട്ടീഷേഴ്സ് ബ്രാഹ്മിൻസിന് കൊടുക്കുന്നു, ബ്രാഹ്മിൻസ് അത് മെല്ലെ കൊടുക്കുന്നു എന്നുള്ളൊരു കോൺസെപ്റ്റ്. പക്ഷെ അതിനുശേഷം എക്സാംസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് ആകെ മദ്രാസ് പ്രൊവിൻസ് മാത്രം നമുക്ക് എടുക്കുകയാണെങ്കിൽ 3% മാത്രമേ ഈ പറയുന്ന ബ്രാഹ്മിൻസ് ഉള്ളൂ. പക്ഷെ അതേ സമയത്ത് 80% ആയിട്ടുള്ള അവിടുത്തെ ഈ ജോബും ചെയ്തുകൊണ്ടിരുന്ന ബ്രാഹ്മിൻസ് ആണ് അവിടെ. അപ്പോൾ താഴത്തോട്ടുള്ളവർക്ക് ഇത് അറിയില്ല, കാരണം ഒരു എക്സാം നടക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഏറ്റവും വലിയ മാൻഡേറ്ററി ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് അറിയാണ്ട് അവരെങ്ങനെ ചെയ്യും? അതിൻ്റെ ഒരു വലിയ പ്രശ്നമാണ്. പക്ഷേ ഇതിൽ ഒരു ഏറ്റവും വലിയൊരു കാര്യം, ഇപ്പം നമ്മൾ ബ്രിട്ടീഷുകാരെയൊക്കെ കോട്ട് ചെയ്ത് പറയുകയാണെങ്കിൽ പോലും ഇപ്പം മെക്കാളയുടെ ഒരു വിദ്യാഭ്യാസ പദ്ധതിയൊക്കെ ഉണ്ടല്ലോ, പക്ഷെ അവർ ആത്യന്തികമായി ഉദ്ദേശിക്കുന്നത്, അതായത് ബ്രിട്ടീഷുകാരുടെ മനസ്സും അത്തരത്തിലുള്ള ചിന്തകളുള്ള പക്ഷെ ഇന്ത്യൻ രക്തമുള്ള ആൾക്കാരെയാണ് അവർക്ക് വേണ്ടത്. അതിന്റെ ഒരു അടിസ്ഥാനത്തിൽ നമ്മൾ വീണ്ടും അതെ, നമ്മളെ ഭരിക്കാൻ വേണ്ടിയിട്ട് വന്ന ഒരു ആശയമാണ് സത്യത്തിൽ പറയുന്ന ബ്രിട്ടീഷ് പോളിസിയുടെ എന്താ പറയാ മറ്റൊരു മുഖമാണ് ഇവരുടെ ഈ ഒരു എന്താ പറയാ ഈ കാസിസ്റ്റോ, അല്ലെങ്കിൽ അവരത് കുറച്ചുകൂടി പ്രൊമോട്ട് ചെയ്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. തീർച്ചയായും അവർ അടിമത്തം കൂടുതൽ, അവർ ഈ ഒരു വിദ്യാഭ്യാസത്തിലൂടെ അടിമത്തം കൂടുതൽ ഉണ്ടാക്കിയെടുത്തു എന്ന് വേണമെങ്കിൽ നമുക്കിപ്പോ പറയാൻ പറ്റും. ഇവരെ മറ്റേ ഈ ഒരു വിവേചനം ഉൾപ്പെടുത്തി ഇവരെ തമ്മിലടിപ്പിക്കുക, അപ്പൊ അവര് വിഭജിച്ച് നിൽക്കും എന്നുള്ളൊരാശയം. പക്ഷെ മോഡേൺ ഹിസ്റ്ററി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഐ തിങ്ക് ഇറ്റ് ഇസ് അറൌണ്ട് ദി ലേറ്റ് 1800s, 1882 ടു ബി എക്സാക്ട്. വില്യം ഹണ്ടർ, ജ്യോതിറാവ് ഫുലെ, അവരുടെ ഒരു കോൺവെർസേഷൻ, അതെ, അവരാണ് ഈ ആക്ച്വലി ഒരു എന്താ പറയാ കാസ്റ്റ് റിസർവേഷൻ എന്നുള്ളൊരു, കാസ്റ്റ് റിസർവേഷൻ അല്ല റിസർവേഷൻ എന്നൊരു ഐഡിയ കൺസീവ് ചെയ്ത്. അപ്പോ നമ്മുടെ പിന്നെ കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അത് ആ കോൺസെപ്റ്റ് ഏറ്റവും കൂടുതൽ പയനിയർ ചെയ്തത് ശ്രീമാൻ BR അംബേദ്കർ ആണ്, ഡോക്ടർ BR അംബേദ്കർ ആണ്. അതെ, ശരിക്കും. പക്ഷെ മെയിൻ ആയിട്ട് നമ്മളിപ്പോ പറയാനാണെങ്കിൽ 1932 ആ ഒരു കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ആയിരുന്ന റാംസെ മക്ഡൊണാൾഡ് അദ്ദേഹം ഒരു സാധനം കൊണ്ടുവരികയാണ്. അതിന് കമ്മ്യൂണൽ അവാർഡ് എന്നാണ് പറയുന്നത്. ഈ കമ്മ്യൂണൽ അവാർഡിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സെപ്പറേറ്റ് ഇലക്ടറേറ്റ്സ് ഫോർ സർട്ടൻ കാസ്റ്റ് അല്ലെങ്കിൽ സർട്ടൻ റിലീജിയസ് മൈനോറിറ്റീസ്, അങ്ങനെ. അപ്പോൾ റാംസെ മക്ഡൊണാൾഡിന്റെ ഈ ആശയം ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെപ്പറേറ്റ് ഇലക്ടറേറ്റ്സ് വേണം എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് വന്നത്. പക്ഷെ ശ്രീ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി അത് ഒരുപാട് എതിർത്തു. അംബേദ്കർ ഓബ്വിയസ്ലി എന്താ പറയാ ഒരു ഇവരെ മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസത്താൽ ഇത് സെപ്പറേറ്റ് ഇലക്ടറേറ്റ്സ് വേണം എന്ന് തന്നെ വിശ്വസിച്ചു. പക്ഷെ ശ്രീ മോഹൻദാസ് കരംചന്ദ് മഹാത്മാഗാന്ധി ഇത് ഒരുപാട് എതിർത്തു. കാര്യം ആ ഒരു ബ്രിട്ടീഷുകാരുടെ എന്താ പറയാ ഒരു ഭരണതന്ത്രം അല്ലെങ്കിൽ അവരുടെ ഒരു വിവേചനം ഉൾപ്പെടുത്താനുള്ള വഴിയായിട്ടാണ് അദ്ദേഹം ഇതിനെ കണ്ടത്. പക്ഷെ ഇവിടെ വരുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മള് പറയാനുണ്ടെങ്കിൽ അല്ല, ഇവിടുത്തെ ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം എന്ത് ചർച്ച ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും ഇവരൊരു ചരിത്രപരമായിട്ട് നമ്മൾ നോക്കണം. കാരണം ആ ഒരു ഈ പറയുന്ന സംവരണം കൊണ്ടുവരുന്നതെന്ന് പറയുന്ന ചരിത്രപരമായിട്ട് അരികവൽക്കരിക്കപ്പെട്ട ആ ഒരു വാക്കാണ് ശരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. മാർജിനലൈസ് ചെയ്യപ്പെട്ട ഒരു വിഭാഗം ആൾക്കാരുടെ ഉന്നമനം, ഈ ഒരു ആശയമാണ്. ഇപ്പം എനിക്കൊന്ന് DY ചന്ദ്രചൂഡിന്റെ റീസെന്റ് ആയിട്ടുള്ള ഒരു 2-3 വർഷം മുമ്പ് നീറ്റിലെ ഏകദേശം 27% സംവരണമായിട്ട് ബന്ധപ്പെട്ടൊക്കെ വന്നപ്പം അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു ആശയം ഇതാണ്. അതെ, അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു ആശയം ഇത്രയേ ഉള്ളൂ. അതായത് നമ്മളിപ്പോൾ കോമ്പറ്റേറ്റീവ് എക്സാം എഴുതുകയാണെങ്കിൽ പോലും അവിടെ കൃത്യമായിട്ട് നമ്മൾ അർഹത ചെക്ക് ചെയ്യപ്പെടുന്നില്ല. കാരണം അവിടെ നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള അല്ലെങ്കിൽ സാമൂഹ്യപരമായിട്ടുള്ള ചരിത്രപരമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ഒന്നും ചർച്ച ചെയ്യുന്നില്ല. റിസർവേഷൻ വേണം എന്ന് ഞാൻ എപ്പോഴും റിസർവേഷൻ വേണം എന്ന് പറയുന്ന ഒരു ആളാണ്. പക്ഷെ അതിനോടൊപ്പം തന്നെ പറയേണ്ടത് ഇത് എന്താ പറയാ ഈ റിസർവേഷന്റെ കംഫർട്ട്സ് അല്ലെങ്കിൽ അതിന്റെ ഒരു ഫ്രൂട്ട് പലരും
അൺനെസസറി അല്ല ആയിട്ട് ഇപ്പൊ തന്നെ റീസെന്റ് കേസില്ലേ അല്ലെങ്കിൽ അതറിയോ, ഇത് ഈ റിസർവേഷൻ എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ഒരു 10 വർഷത്തേക്കാണ് ബേസിൽ കറക്റ്റ് കൊണ്ടുവന്നത്. കറക്റ്റ് ആ ഇവരുണ്ടാക്കുന്ന സമയത്ത് ഒരു 10 വർഷത്തിനുള്ളിൽ തീരും എന്നുള്ളൊരു കോൺസെപ്റ്റ് അവർക്ക് ഉണ്ടായിരുന്നു, ആ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ പോലും അത് മാറുന്നില്ല എന്നുള്ളതാണ് കാര്യം. കാരണം ആദ്യം ഇതുണ്ടാക്കുന്നത് ഇലക്ഷന് നിൽക്കാനും ജോബിന് വേണ്ടിയാണ് റിസർവേഷൻ കൊണ്ടത്. പക്ഷേ ഈ ഇലക്ഷൻ നിൽക്കുന്ന സംഭവം 1932 ആ ഒരു സമയത്ത് തന്നെ ഗാന്ധി വെന്റ് ഓൺ ഫാസ്റ്റ്, അല്ലെങ്കിൽ അദ്ദേഹം ഒരു ഫാസ്റ്റ് ടു ഡെത്ത് എന്നുള്ളൊരു ആശയത്തിലേക്ക് പോയി. കാര്യം ഈ സെപ്പറേറ്റ് ഇലക്ടറേറ്റ്സ് അല്ലെങ്കിൽ ഈ റാംസെ മാക്ഡൊണാൾഡിന്റെ ഈ ആശയം വേണ്ട എന്നുള്ള രീതിയിൽ ഈ ആക്ച്വലി തോട്ട് ഓഫ് ഫാസ്റ്റിംഗ് ടു ഡെത്ത്. പക്ഷെ അംബേദ്കറിന് അവസാനം അത് സമ്മതിക്കേണ്ടി വന്നു, സെപ്പറേറ്റ് ഇലക്ടറേറ്റ്സ് വേണ്ട എന്ന ഒരു ആശയത്തിലേക്ക് അവർക്ക് എത്തേണ്ടി വന്നു. അതിന് പറയുന്നതാണ് ദ പൂന പാക്ട് എന്ന് പറയുന്നത്. അത് ഇത് ആക്ച്വലി ഇറ്റ് വാസ് സൈൻഡ് ഇൻ യേർവാഡ ജയിൽ, പുനെ. അതുകൊണ്ടാണ് ആ പേര് എന്ന് പറയുന്നത്. ശരിക്കും അദ്ദേഹം അന്ന് അത് ആ ഒരു ഡിക്ലറേഷൻ സൈൻ ചെയ്തില്ലായിരുന്നെങ്കിൽ നമുക്ക് വി വുഡ് ഹാവ് ലോസ്റ്റ് അവർ മഹാത്മാ. അത് അല്ലെങ്കിൽ അംബേദ്കറിന് അതിന് വഴങ്ങേണ്ടി വന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ മോഡേൺ ടൈംസിലേക്ക് വരും. ഇപ്പൊ നീറ്റിന്റെ കാര്യം പറഞ്ഞു. ഇപ്പൊ മോഡേൺ ടൈംസിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു റിസർവേഷന്റെ കോൺസെപ്റ്റിൽ എക്കണോമിക് റിസർവേഷൻ മാത്രം മതി എന്നാണ് പറയുന്നത്, കാസ്റ്റ് റിസർവേഷൻ ഒഴിവാക്കണം എന്നാണ് പറയുന്നത്. പലർക്കും എക്കണോമിക് റിസർവേഷൻ ഉണ്ടെന്ന് പോലും ഉള്ള കോൺസെപ്റ്റ് ഇല്ല. പലരും ഇതിനെ എതിർക്കുന്ന സമയത്ത് പറയുന്നത് ആകെ ഈ എഡ്യൂക്കേഷനും ഇത് ജോബിനും മാത്രമേ റിസർവേഷൻ ഉള്ളൂ. ഈ എക്കണോമിക് റിസർവേഷൻ ഉള്ള കാര്യം പോലും പലർക്കും അറിയില്ല. എക്കണോമിക് റിസർവേഷൻ ആക്ച്വലി ഇപ്പൊ ഉണ്ട്. അത് എനിക്ക് തോന്നുന്നു EWS എന്ന് പറഞ്ഞിട്ട് EWS എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട്. That was brought about in the 103rd Constitutional Amendment 2019. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സുപ്രീം കോടതി അതിന്റെ എന്താ പറയാ ആ ഒരു പാർലമെന്റിന്റെ തീരുമാനം ശരിയാണ് എന്ന് ശരിവെക്കുന്നത് ഒരു ലാൻഡ്മാർക്ക് ജഡ്ജ്മെന്റ് ആണ്. ഇനി കേസില് സമ്മതിച്ചിട്ടില്ല ഇത് വേണമെന്ന്. അല്ല, എനിക്ക് ഈ പറഞ്ഞ ഒരു ചർച്ചയുടെ ഭാഗമായിട്ട് എനിക്കൊന്ന് നമ്മുടെ മലയാളിയായിട്ടുള്ള ഒരു അഭിഭാഷകനുണ്ട്, മോഹൻ സാർ. പുള്ളി പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും നമ്മൾ ഇങ്ങനെ ഒരു കൊണ്ടുവരുമ്പോഴത്തേക്ക് ഇപ്പോഴും കാസ്റ്റ് സിസ്റ്റത്തിന്റെ ബേസിൽ ചർച്ച ചെയ്യുകയാണെങ്കിൽ, ഞാൻ പാരഫ്രൈസ് ചെയ്യാട്ടോ, അങ്ങനെയല്ല, പക്ഷെ എന്നിരുന്നാൽ പോലും പറയുന്നത്, അതായത് ഒരു ഹയർ ക്ലാസ് അല്ലെങ്കിൽ ഹയർ കാസ്റ്റിലുള്ളവർ ഇപ്പോഴും പ്രിവിലേജ്ഡ് ആണ്, താഴെയുള്ളവർ എന്തോ തരത്തിലുള്ള ഡിസബിലിറ്റി ഉള്ളവരാണ് എന്നുള്ള ഒരു ചർച്ചേനെ വീണ്ടും നമ്മളത് ഊട്ടി ഉറപ്പിക്കുകയല്ലേ ചെയ്യുന്നത് എന്നുള്ളത് അതൊരു പോയിന്റ് ആണ് ആക്ച്വലി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മളെപ്പോഴും ചരിത്രം മറന്നുകൂടാന്നുള്ള ഒരു ചരിത്രം മറന്നുകൂടാന്ന് മാത്രമല്ല, നമ്മള് കേരളത്തിലെ ഒരു സാമൂഹ്യ സ്ഥിതി ആയിരിക്കില്ല ഇപ്പോ തമിഴ്നാട്ടിലുള്ളത്. പലരും പറഞ്ഞു കേൾക്കുന്ന ഒരു സാധനമാണ് റിസർവേഷൻ മെറിറ്റിനെ നശിപ്പിക്കുന്നു എന്നുള്ളത്. തമിഴ്നാട്ടിൽ ഏതാണ്ട് എന്താ പറയാ, തമിഴ്നാട്ടിലാണ് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സംവരണം ഉള്ളത്. 60% കൂടുതൽ അല്ലെങ്കിൽ അതിന് മേളിലോ സംവരണം ഉണ്ട്. പക്ഷെ വളരെ പ്രൊഡക്റ്റീവ് ആയ ഒരു സ്റ്റേറ്റ് ആണ് തമിഴ്നാട്. അപ്പൊ ആ ഒരു ആസ്പെക്റ്റിൽ നോക്കുകയാണെങ്കിൽ ഒരിക്കലും റിസർവേഷൻ മെറിറ്റിനെ നശിപ്പിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അല്ല, ഒരിക്കലും ഇല്ല. കാരണം ഇപ്പൊ തന്നെ നമ്മൾ ഒരു എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, ഏതൊരു വലിയൊരു ക്വാണ്ടിറ്റി എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിൽ മനസ്സിലാവുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള പ്രാതിനിധ്യം നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഇവിടെ വരുന്ന വേറൊരു പ്രശ്നമുണ്ട്. നമ്മൾ നല്ല രീതിയിൽ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഈ ഒരു സെഷനിലുള്ള ആൾക്കാരുണ്ടാവില്ല, ഈ ഒരു സെക്ഷനിലുള്ള ആൾക്കാർ നല്ല പ്രിവിലേജ്ഡ് ആയിരിക്കും, അവർ ഇതുപോലെയുള്ള ബെനിഫിറ്റ്സ് ഒക്കെ അനുഭവിച്ച് വന്നവരായിരിക്കും. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വീണ്ടും വീണ്ടും ആ ബെനിഫിറ്റ്സ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ റിയൽ പേർപ്പസ്, അതായത് ആർക്കാണോ ഇതിന്റെ ആവശ്യം അല്ലെങ്കിൽ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഈ ഒരു കാര്യം ആർക്കാണോ ആവശ്യം, അത് പക്ഷെ അവർക്ക് കിട്ടുന്നില്ല എന്നുള്ള ഒരു സംഭവമാണ്. അവരറിയുന്നില്ല, അവർക്ക് ആക്ച്വലി ഒരുപാട് ഗ്രാൻസും കാര്യങ്ങളും ഒക്കെ ഇപ്പോഴും പ്രഖ്യാപിക്കുന്നുണ്ട്, പക്ഷെ അവർക്ക് അത് കിട്ടുന്നില്ല എന്നുള്ളത് വലിയൊരു സത്യമാണ്. ഈ ഫുഡ് സപ്ലൈസ് പോലും അങ്ങോട്ട് എത്തുന്ന പോലും ഉണ്ടാവില്ല. കാരണം അവർക്ക് എത്രയോ ദൂരം കാർഡ് സഞ്ചരിച്ച് വന്നാൽ ഈ സാധനം കിട്ടുള്ളൂ. അതിന്റെ അകത്ത് ഇവർ കമ്മീഷൻ അടിക്കും ഈ കൊടുക്കുന്ന ആൾക്കാർ. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അത് നമ്മുടെ രാജ്യത്തിന്റെ വളരെ ഒരു മോശം സ്ഥിതിയാണത്. കാര്യം ഇവർക്ക് ഉണ്ടാക്കുന്നവൻ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു, ഇല്ലാത്തവൻ അതേപോലെ. പക്ഷെ നമ്മൾ ഇതിൽ ബേസിക് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എത്തിക്സ് ഉണ്ട്, ഒരു ധാർമ്മികത. അതായത് എനിക്ക് ഈ പറയുന്ന ഒരു റിസർവേഷൻ അത് ആവശ്യമുണ്ടോ, അതോ അല്ലെങ്കിൽ എന്നുള്ള ആ ഒരു ഇത്. ഇപ്പൊ നമ്മൾ റീസെന്റ് കേസില്ലേ, ഇപ്പൊ പൂജ ഗേഡ്കർ IASന്റെ ഒരു കേസൊക്കെ ആയാലും എല്ലാവരും ചർച്ച ചെയ്യുന്ന ഇത് തന്നെയാണ്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യം, റിസർവേഷൻ മാത്രമല്ല ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ട്. എനിക്ക് തോന്നുന്നു പുള്ളിക്കാരി ഒരു എന്താ പറയാ ഡിസബിലിറ്റി സ്റ്റാർ ഇമ്പാക്ട് ഉണ്ടാക്കാനായിട്ട് മറ്റേ ഞാൻ ഫൈറ്റിംഗ് ഓൾ ദി ഓഡ്സ് എന്നുള്ള രീതിയിൽ പൊങ്ങി വരാൻ ഒന്ന് മറ്റേ ടെക്ടോക്ക് കൊടുക്കല്ലോ. പിന്നെ എന്ത് ഇമ്പാക്ട് ആണെങ്കിലും ഇതുവഴി ഉണ്ടാക്കുന്ന ഇമ്പാക്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. അതെ, ഇപ്പൊ നല്ല ബുദ്ധിമുട്ട്. എനിക്ക് തോന്നുന്നു ഇനി ഒരു 20 വർഷമൊക്കെ കഴിഞ്ഞ് മറ്റേ സർവീസിലൊക്കെ ഒരു നിലയിലായിട്ട് ടെക്ടോക്ക് കൊടുക്കാനുള്ള ഒരു കഥ ഇപ്പോഴേ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതാണ് തോന്നുന്നത്. അപ്പൊ
ഇപ്പോഴത്തെക്കാട്ടും കൂടുതലും ബുദ്ധിയും കുറച്ചും കൂടെ ഇന്റലക്ച്വൽ കപ്പാസിറ്റി കൂടും ആൾക്കാർക്ക്. അതെ, സംഭവമുണ്ട്. ടോക്ക് എങ്ങനെ ആവുമോ? നമ്മള് നേരത്തെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ സുപ്രീം കോടതിയുടെ ഏറ്റവും ലാൻഡ്മാർക്ക് ഹിയറിംഗ് ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞത് ആക്ച്വലി ഒരു റിട്ട് പെറ്റീഷൻ ആയിരുന്നു. ജാനിത് തബിയാൻ വേഴ്സസ് ദി യൂണിയൻ ഓഫ് ഇന്ത്യ 2022 ശരിക്കും. അത് ആക്ച്വലി ഒരു ഇപ്പൊ നമ്മള് കേശവാനന്ദ ഭാരതിയുടെ കാര്യം പറയുന്നത് പോലെ അതൊരു ലാൻഡ്മാർക്ക് ജഡ്ജ്മെന്റ് ആയിരുന്നു. ഇതും ഒരു ലാൻഡ്മാർക്ക് ജഡ്ജ്മെന്റ് ആവുന്നത് ഞാൻ ആക്ച്വലി കാണുന്നുണ്ട്. കാര്യം ഭാവിയിൽ ഇതിന് കുറെ കൂടി ഇമ്പോർട്ടൻസ് വരും. അല്ലെങ്കിൽ EWSന്റെ ഒരു എന്താ പറയാ പെർസെന്റേജ് കൂടുകയും അല്ലെങ്കിൽ ഭാവിയിൽ ഈ കേസിന്റെ പ്രാധാന്യം ഇന്ത്യയിൽ എത്രത്തോളം ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. വലിയ പ്രശ്നം നമ്മൾ ഈ റിസർവേഷന്റെ ഒരു ചാർട്ട് നമ്മൾ മനസ്സിലാക്കണം. SC കമ്മ്യൂണിറ്റിക്ക് 7.5 അല്ല, ST കമ്മ്യൂണിറ്റിക്ക് 7.5 SC കമ്മ്യൂണിറ്റിക്ക് 15%, ഈ പറയുന്ന OBC കമ്മ്യൂണിറ്റിക്ക് 27 പറഞ്ഞിരിക്കുന്നത്. ഈ OBC കമ്മ്യൂണിറ്റിക്ക് 27. അപ്പൊ തന്നെ ഏകദേശം 49.5% ആയിക്കഴിഞ്ഞു. ഏറ്റവും വലിയ പ്രത്യേകത മാക്സിമം ഒരു റിസർവേഷൻ ഒരു സാധനത്തിന് കൊടുക്കാൻ പറ്റുന്ന 50%. ഈ പറയുന്ന എക്കണോമിക് റിസർവേഷൻ 10% കൊടുക്കാന്നാണ് പറയുന്നത്. അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടി വരുമ്പോൾ 60% അടുപ്പിച്ച് വരുന്നുണ്ട്. അപ്പോൾ അത് ബേസിക്കലി കൊടുക്കാനും പറ്റില്ല. അത് കാരണം തന്നെ എക്കണോമിക് റിസർവേഷനെ കുറിച്ച് ഈ പറയുന്ന ഈ ഗ്രാഫ് മാറ്റിയിട്ടും ഇല്ല എക്കണോമിക് റിസർവേഷൻ കൊടുക്കണമെന്നും പറയുന്നു. അതുകൊണ്ട് ബേസിക്കലി ഇത് രണ്ടും കൂടെ ഒരുമിച്ച് പോകുന്ന രീതി കാണുന്നില്ല. അങ്ങനെ ഒരു പ്രശ്നം കൂടെ ഉണ്ട്. അല്ല, ഇപ്പം നമുക്കിവിടെ ചെയ്യുമ്പോൾ പറ്റുന്നത് ഈ ജനസംഖ്യ ആനുപാതികമായിട്ട് അല്ലെങ്കിൽ ഒരു വൈഡ് ആയിട്ടുള്ള ഒരു ക്രോസ് സെക്ഷൻ എടുത്തിട്ട് അതിനനുസരിച്ചിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഒരു ഏകദേശം ഒരു 40% വരുന്ന ആൾക്കാരും ഇന്ത്യയിലെ ജനങ്ങളിലും റിസർവേഷൻ അർഹിക്കുന്നവരാണ്. നമ്മൾ ഈ പറഞ്ഞു വെച്ച ഒരു രീതി അനുസരിച്ച് അർഹിക്കുന്നവരാണ്. അല്ല, അത് സംഭവം അച്ഛന് റിസർവേഷൻ വഴി കയറും, മകനും കിട്ടും, മക്കളും കിട്ടും. എനിക്ക് തോന്നുന്നു ഒരു സ്കൂൾ അല്ലെങ്കിൽ കോളേജ് എൻട്രൻസ് ഒക്കെ വരെ ഇത് ഓക്കെയാണ്. പക്ഷെ PGക്ക് പോകുമ്പോഴും അവിടെ ഒരു റിസർവേഷൻ അല്ല, അവിടെയും നമുക്ക് എന്താ പറയാ അവരുടെ ഒരു സാമ്പത്തികമായിട്ട് സാമൂഹ്യമായിട്ടുള്ള നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ പറ്റില്ലല്ലോ. അല്ല, സാമ്പത്തിക ഞാൻ ഇതിനെ കാണുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തിക സ്ഥിതി, ഒരു മനുഷ്യന്റെ സാമ്പത്തിക സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് കാലത്തും മാറാം എന്ന് വെച്ചാൽ ഏത് കാലത്തും അത് മാറാവുന്നതാണ്. ഒരു വളരെ ധനികനായിട്ടുള്ള ഒരു മനുഷ്യൻ ലോട്ടറി അടിച്ചാൽ മതി. ലോട്ടറി അടിച്ചാൽ മതി. ലോട്ടറി അടിച്ചു കഴിഞ്ഞാലുള്ള പ്രശ്നം സാമ്പത്തിക സ്ഥിതി മാറി എന്ന് എല്ലാവരും അറിയും. അപ്പോ മെയിൻ ആയിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ നമ്മള് ഒരു ആളുടെ സാമ്പത്തിക സ്ഥിതി ശരിക്കും എപ്പോ വേണമെങ്കിലും മാറാം. ഈ സാമ്പത്തിക സ്ഥിതി മാറിയാലും ജാതി എന്നുള്ളൊരു ഫാക്ടർ അപ്പോഴും അവിടെ നിലകൊള്ളുന്നുണ്ട്. ഈ ജാതീയതയ്ക്കോ അല്ലെങ്കിൽ ഈ ജാതീയത കൊണ്ടുള്ള പ്രശ്നങ്ങൾക്കോ ഇന്നും നമുക്കൊരു പരിഹാരം കാണാൻ പറ്റിയിട്ടില്ല. അത് വലിയൊരു പ്രോബ്ലം തന്നെയാണ്. അത് അഡ്രസ് ചെയ്യേണ്ട ഒരു പ്രോബ്ലം തന്നെ. കാര്യം റിസർവേഷൻ മാറ്റണം, അല്ലെങ്കിൽ എക്കണോമിക് റിസർവേഷൻസ് മാത്രം മതി എന്ന് നമ്മൾ അലമുറയിടുമ്പോഴും നമുക്കിപ്പോഴും ജാതീയതയ്ക്കോ അല്ലെങ്കിൽ ജാതീയത കൊണ്ടുള്ള പ്രശ്നങ്ങൾക്കോ നമുക്ക് ശരിക്കും എന്താ പറയാ ഒരു മറുപടി കണ്ടെത്താൻ പറ്റുന്നില്ല. ബേസിക്കലി ഇന്ത്യയിൽ തന്നെ പല സ്റ്റേറ്റ്സിലും എന്താ പറയാ, ഇപ്പോ ലെറ്റ്സ് സേ UP, ബീഹാർ അങ്ങനെയുള്ള സ്റ്റേറ്റ്സുകളിൽ റിസർവേഷൻ കൊണ്ട് ആക്ച്വലി ഗുണം ചെയ്യുന്നത്, തമിഴ്നാട്ടിലാണെങ്കിൽ തന്നെ നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമാണ് തമിഴ്നാട്. അവിടെ വളരെ പ്രൊഡക്റ്റീവ് ആയ സ്റ്റേറ്റ് ആണ്. അവിടെ റിസർവേഷൻ കൊണ്ട് തന്നെ അതിന്റെ എന്താ പറയാ നല്ല വശങ്ങൾ കാരണം വളരെ സ്മൂത്ത് ആയിട്ട് അവരുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സാമ്പത്തിക സ്ഥിതിയുടെ കാര്യം, സാമ്പത്തിക സ്ഥിതിയും അല്ലെങ്കിൽ വിദ്യാഭ്യാസം നമ്മളിപ്പോ കൊടുക്കണം. ഇപ്പൊ നമുക്ക് തന്നെ അറിയാം ഡോക്ടർ പൽപുവിന്റെ കാര്യം. അദ്ദേഹം ഒരു എന്താ പറയാ വളരെ എനിക്ക് തോന്നുന്നു 1892 ഡേറ്റ്സ് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. പക്ഷെ അദ്ദേഹം ഒരു ബാംഗ്ലൂരിലെയൊക്കെ പ്ലേഗിനെയൊക്കെ അദ്ദേഹം വളരെ ടാക്ട്ഫുൾ ആയിട്ട് എന്താ പറയാ ഡീൽ ചെയ്തൊരു മനുഷ്യനും ആ സമയത്ത് തന്നെ അദ്ദേഹത്തിന് ഇവിടെ പ്രാക്ടീസ് ചെയ്യാനുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല. ഈഴവ കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ഒരാളായതുകൊണ്ട് അദ്ദേഹത്തിന് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു അനുവാദം ഉണ്ടായില്ല. അവിടെയാണ് റിസർവേഷൻ എന്നതിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. പൽപുവിന്റെ ഡോക്ടർ നേരത്തെ അലൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ ഉറപ്പായിട്ട് എക്കണോമിക് മാത്രമായിട്ട് നമുക്ക് ഒരിക്കലും പറ്റില്ല. ആ ഒരു കോൺസെപ്റ്റ് മാത്രമായിട്ട് വർക്ക് ആവില്ല. അല്ല, ചിലര് ആക്ച്വലി ഇപ്പോഴും ആ ഒരു ഐഡിയ പുട്ട് ഫോർവേഡ് ചെയ്യുന്നുണ്ട്. എക്കണോമിക് റിസർവേഷൻ മാത്രം മതി. ചിലർ അത് കാരണം എന്ത് ചെയ്യും, പൈസ സ്വസ്ഥമായിട്ട് സുഖമായിട്ട് ജോളി അടിച്ച് എക്കണോമിക് ഇതില്ലാണ്ട് വരുന്നുണ്ട്. ഇതൊരു സ്റ്റേറ്റ് ഡിസ്ക്രിപ്ഷൻ, എക്കണോമിക് റിസർവേഷൻ തന്നെ ഒരു സ്റ്റേറ്റ് ഡിസ്ക്രിപ്ഷൻ ആണ്. അല്ല, OBC കമ്മ്യൂണിറ്റിയിൽ സ്റ്റേറ്റ് ആണ് തീരുമാനിക്കുന്നത്. ഈ OBC കമ്മ്യൂണിറ്റി SC നോർമലി അത് SC വേർപെടുത്തുന്നുണ്ട്. വർഷങ്ങൾക്ക് മുന്നേ കൊടുത്തൊരു ലിസ്റ്റ് ഉണ്ട്. ആ ലിസ്റ്റാണ് ഇപ്പോഴും ഫോളോ ചെയ്യുന്നത്. ഈ OBC കമ്മ്യൂണിറ്റി അതേ സമയത്ത് സ്റ്റേറ്റിന് ഡിസ്ക്രിപ്ഷൻ ഉണ്ട്.
മാറ്റണം അല്ലെങ്കിൽ ആരൊക്കെ ആഡ് ചെയ്യണം ആരെയൊക്കെ മാറ്റാം, അങ്ങനെ ഒരു സംഭവം കൂടെ ഉണ്ട് ഇതിനകത്ത്. OBC ഇപ്പൊ തന്നെ റീസെന്റ് ആയിട്ട് ചില കമ്മ്യൂണിറ്റീസിലുള്ളവർ OEC ആയിട്ട് എലിജിബിൾ OEC എന്നൊക്കെയുള്ള രീതിയിൽ വരുന്നുണ്ട്. അല്ല, ഇത് പറയുമ്പോൾ നമ്മൾ റിസർവേഷനെ പറ്റി പറയുന്നതിന്റെ കൂടെ നമ്മൾ പറയേണ്ടത് SC/ST പ്രൊട്ടക്ഷൻ ഫ്രം അട്രോസിറ്റീസ് ആക്ടിനെ പറ്റിയാണ്. ആ റിസർവേഷന്റെ കാര്യം നമ്മളിപ്പോ പറഞ്ഞു വെച്ചല്ലോ. ഒരാളുടെ, ഞാൻ വിശ്വസിക്കുന്ന റിസർവേഷൻ ഇപ്പോഴും എക്കണോമിക് റിസർവേഷൻ മാത്രം പോരാ, കാസ്റ്റ് റിസർവേഷൻ നമുക്ക് ശരിക്കും ഇന്നും നമുക്ക് അത് മാറ്റാൻ കഴിയില്ല എന്നുള്ളതാണ് കാര്യം. അന്നത്തെ 10 വർഷം ഇപ്പോഴും മാറില്ല. ഇപ്പോഴും മാറില്ല. അത് നമ്മുടെ ആളുകളുടെ മനസ്ഥിതി. വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം കോമ്പറ്റേറ്റീവ് എക്സാമിന്റെ ഒക്കെ ഒരു കാലഘട്ടം, ഇപ്പൊ പ്രത്യേകിച്ച് എന്റെ ഒരു പ്രായത്തിലൊക്കെ ഉള്ള, പക്ഷെ എന്റെ ഒരു ഫ്രണ്ട് സർക്കിളിൽ വന്നിട്ടുള്ള ജെനുവിൻ ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ ഇതാണ്. അതായത് ഇവർ പഠിക്കണ്ട, നിങ്ങൾ കുറച്ച് പഠിച്ചാൽ മതി, കാരണം നിങ്ങൾക്ക് റിസർവേഷൻ ഉണ്ടല്ലോ. ഈ ഒരു ചർച്ചയുണ്ട്. അതെ, പരീക്ഷ ചെയ്യും. ഈ ഒരു ചർച്ചയുണ്ട്, അത് ഇപ്പോഴും ഉണ്ട്. എന്റെ അടുത്ത് വേറൊരു കൂട്ടുകാരൻ ഇങ്ങനെ പറയാണ്, ഓ ഞാൻ കുറെ ഇരുന്ന് പഠിക്കണം, എനിക്ക് റിസർവേഷൻ ഒന്നും ഇല്ലല്ലോ. മെറിറ്റ് പോകുന്നു എന്നൊരു പരാതി പരക്കുകയുണ്ട്. പക്ഷെ എന്നാലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ തമിഴ്നാടിന്റെ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ആ ചോദ്യത്തിനും ഒരു ഉത്തരവാണ് കാര്യം. അതെ, അല്ല നമ്മളിത് ശരിക്കും ആത്യന്തികമായിട്ട് ആൾക്കാർ പൊന്തി വന്നിട്ടുണ്ട്. ചമ്പൽ പോലുള്ള സ്ഥലത്ത് ഭയങ്കര ഡീഗ്രേഡ് ആയിട്ട് ആൾക്കാർ ഒരു ഹെൽപ്പ് പോലും ചെയ്യാൻ താല്പര്യമില്ലാത്ത സ്ഥലം, അവിടെ നിന്ന് പോലും ഒരു ഫിലിം കണ്ടില്ലേ 12th ഫെയിൽ എന്ന് പറഞ്ഞാൽ, അതിൽ ചമ്പൽ എന്ന് പറയുന്ന ആ ഒരു പൊന്തിയും വരുന്നുണ്ട്. അല്ല നമ്മളിത് എന്തിനാണ് റിസർവേഷൻ കൊടുക്കുന്നതെന്ന് പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാല് ഒരു പകുതി വരെയുള്ളവർക്ക് ഈ ഒരു പ്രശ്നം തീരും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് അറിയാത്തൊരു ആ ഒരു പ്രശ്നമാണ്. ഒരു 2 ജനറേഷൻ കൂടെ കഴിഞ്ഞ ഈ പരിപാടി തീരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ മനസ്ഥിതികൾ മാറിയാൽ എന്നാ പറ്റുന്നത് നമുക്കറിയാൻ പാടില്ല. പക്ഷെ അറിയുന്നില്ല, എത്രയും പെട്ടെന്ന് തീർന്ന ആളുകളുടെ മനസ്സ് മാറിയാൽ അത്രയും നല്ലത്. പക്ഷെ ഞാൻ ഇതിനെ കാണുന്നത്, നമ്മൾ റിസർവേഷനെ പറ്റി പറഞ്ഞല്ലോ, അപ്പോൾ കാസ്റ്റ് റിസർവേഷൻ എന്തായാലും മാറ്റാൻ ഇന്ത്യ എന്ന രാജ്യം റെഡി അല്ല എന്ന് ഞാൻ പറയുന്നു. അപ്പൊ എക്കണോമിക് റിസർവേഷൻ കാസ്റ്റ് റിസർവേഷനും തൽക്കാലം ഒരേ രീതിയിൽ പോകട്ടെ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതിന്റെ ബേസിക് ആയിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രീതിയിലും എന്താ പറയാ, നമുക്ക് ഈ കാസ്റ്റിനെ ഒഴിവാക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പോഴും. ഈ 2082-ലാണ് ശരിക്കും കല്യാണ മാർക്കറ്റിൽ വരെ ഇപ്പം കാസ്റ്റ്, അതെ, മറ്റേ നായർ മാട്രിമോണി, അങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. പിന്നെ സെപ്പറേറ്റ് കാസ്റ്റുകൾക്ക് വേണ്ടി അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഇത് ശരിക്കും അത് കാസ്റ്റിന്റെ കാര്യം ഇപ്പോഴെന്നല്ല. അതെ, വലിയൊരു ബിസിനസ്സാണ്. പിന്നെ കൃത്യമായ വോട്ട് ബാങ്കുകൾ ഉണ്ടല്ലോ ഈ ഇതേ കാസ്റ്റുകൾക്ക്, വളരെ കൃത്യമായ വോട്ട് ബാങ്കുകളുണ്ട്. അതുകൊണ്ട് അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ കാസ്റ്റ് റിസർവേഷനും തുടരണം, എക്കണോമിക് റിസർവേഷനും അതിന്റെ ഇടയിൽ പരിഗണിക്കണം. ഇങ്ങനെ നമുക്കിത് മാറ്റാൻ പറ്റുള്ളൂ. കാര്യം അതിന്റെ പ്രധാന എക്സാമ്പിൾ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ ഡോക്ടർ പൽപു, ഈവൻ BR അംബേദ്കർ, വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു മനുഷ്യന് നേടാൻ പറ്റാവുന്ന അത്ര അറിവുകൾ നേടിയ ഒരു മനുഷ്യനാണ് ഡോക്ടർ BR അംബേദ്കർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിനെ പോലും ജാതി വ്യവസ്ഥ വെച്ച് ഡിസ്ക്രിമിനേറ്റ് ചെയ്യപ്പെടുത്തി. ഇപ്പം അത്രയും ഡിസ്ക്രിമിനേഷൻ ഇല്ല എങ്കിലും നമ്മൾ പറയേണ്ട ഒരു കാര്യം, ഈ പ്രൊട്ടക്ഷൻ ഓഫ് SC/ST അഗേൻസ്റ്റ് അട്രോസിറ്റീസ് ആക്ട്, അത് ശരിക്കും ഒരുപാട് മിസ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു സാധനമാണ്. ഇപ്പൊ മറ്റേ തൊട്ടാ കേസ് കൊടുക്കുന്ന പരിപാടി, കേസ് കൊടുത്താണല്ലോ ഇപ്പൊ കുറെ പ്രശ്നമില്ലേ. ഇപ്പൊ എല്ലാവർക്കും പേടിയാണ് ഇവര് എന്തെങ്കിലും പറ്റിയ കേസ് കൊടുക്കുന്നുള്ളൊരു, ഒന്നോ രണ്ടാമത്തേന് അടുത്ത കേസ് ആവും എന്നുള്ളൊരു ഇതാണ്. ഇതുപോലെ ഒരു വേറെ സാധനമാണ് ബേസിക്കലി ഫെമിനിസം എന്ന് പറയുന്നത്. ഇതുപോലെ കോൺസെപ്റ്റ് നമ്മൾ ക്യാൻസൽ ആവുന്നു പ്രൊട്ടക്ഷൻ അവർ, കാരണം അതിനും എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നം. ഫെമിനിസം എന്ന് പറയുന്നത് എന്താ, ബേസിക്കലി എല്ലാരും പറയുന്നുണ്ട് ഫെമിനിസം പോട്ടെ, ഇക്വാലിറ്റി വരട്ടെ, ഫെമിനിസം അതാണ് ഏറ്റവും വലിയൊരു മണ്ടത്തരം എന്ന് പറയുന്നത്. എല്ലാരും പറഞ്ഞു ഇപ്പൊ നമ്മളൊരു ഇപ്പൊ റോഡിലൊരു അമ്മായി എടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മായി പറയുന്നത് ഫെമിനിസം പോട്ടെ, ഇക്വാലിറ്റി വരട്ടെ. സംഭവം അവർക്കറിയില്ല. ഫെമിനിസം എന്ന് പറഞ്ഞാൽ എന്ത് വലിയ മോശം കാര്യം, അല്ലെങ്കിൽ ഫെമിനിസം എന്ന് വെച്ചാൽ ഭയങ്കര ആന്റി. എന്താണ് ഫെമിനിസത്തിന്റെ ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്? എന്റെ മനസ്സിൽ ഫെമിനിസം എന്ന് പറയുന്നത് ഈക്വൽ റൈറ്റ്സ്, ഈക്വൽ പേ, ഈക്വൽ ഓപ്പർച്യൂണിറ്റി, അതും കൊടുക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ മാത്രം. അല്ല, ഇത് തന്നെയാണ്. കാരണം എന്താണെന്നറിയോ, ഈ ബെൽ ഹൂക്സിന്റെ ഒക്കെ തിയറി ഉണ്ട്. പുള്ളിക്കാരിയാണ് വളരെ ഫേമസ് ആയിട്ടുള്ള ഫെമിനിസ്റ്റ് റൈറ്റർ ഒക്കെ. അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആണുങ്ങൾക്കെതിരെയുള്ള യുദ്ധവും കാര്യങ്ങളും ഒന്നും അല്ല. നിങ്ങൾ എന്തിനാണ് അങ്ങനെ വ്യാഖ്യാനിക്കുന്നത്? ഇത് സെക്സിസം. അതിപ്പം സെക്സിസം പറയുന്ന പെൺകുട്ടികളായാലും ശരി, അവർക്കെതിരെയാണ് നമ്മൾ സംസാരിക്കുന്നത്. കോർ ഐഡിയ ആണ്. ബേസിക് ആയിട്ട് ഇത് പറയുകയാണെങ്കിൽ ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിൽ മിസോജിനിയൊക്കെ പറ്റി ഘോരം മറ്റേ സിനിമകളിലെ മിസോജിനി, എന്താ പറയാ,
ഒരു മഹാനടൻ അങ്ങനെ സൊസൈറ്റി ലേഡി ഒരു മഹാനടൻ അങ്ങനെയൊന്നും പെരുമാറാൻ പറ്റില്ല, ആൾക്കാർ ഇൻഫ്ലുവൻസ് ആവുന്നു അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഇതിന്റെ ഒരു വലിയ ഫാക്ടർ. പിന്നെ തീർച്ചയായും ശരിക്കും മറ്റേ ഈ ഇത് നോക്കുകയാണെങ്കിൽ തന്നെ മിസോജിനിയെ പറ്റി നമ്മൾ പറയുമ്പോൾ തന്നെ ഇപ്പം സൊസൈറ്റിയിലുള്ള മിസാൻഡ്രി അല്ലെങ്കിൽ പുരുഷന്മാരോടുള്ള കടുത്ത വിരോധം, ഫെമിനിസം ഒരു അല്ലല്ല, ഫെമിനിസം ഒരു പോസിറ്റീവ് മൂവ്മെന്റ് ആണ്. അതിനൊരു സ്യൂഡോ എന്ന വാക്കുമായിട്ട് കോയിൻ ചെയ്യാൻ പറ്റില്ല. ഇപ്പം സംഭവിക്കുന്ന മിസാൻഡ്രി ആണ് ഇപ്പം വരുന്നത്. ആണുങ്ങൾ എന്തോ വലിയ പ്രിവിലേജ് അനുഭവിക്കുന്നവരാണ്, അവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രിവിലേജിന്റെ അകത്ത് കിടന്ന് ശത്രുത പോലെയാണ്. എന്ത് ശത്രുത? അതാണ് ഇപ്പം ഫെമിനിസം എന്നുള്ള രീതിയിൽ പരക്കെ എല്ലാവരും മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒരിക്കലും അതല്ല സംഭവം എന്ന് പറയുന്നത്. പക്ഷെ പിന്നെ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ആണുങ്ങൾക്ക് പ്രിവിലേജ് ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ചരിത്രപരമായിട്ട് നോക്കുകയാണെങ്കിൽ എപ്പോഴും സ്ത്രീകളെ അങ്ങ് ഇടിച്ചു താഴ്ത്തുകയാണ്. ഇപ്പം വിർജീനിയ വൂൾഫ് ഒക്കെ പറയുന്ന പോലെ ചരിത്രത്തില് അനോണിമസ് ആയിട്ടുള്ള എല്ലാ സ്ത്രീകളാണ്. മാറ്റമുണ്ട്, കാലഘട്ടം മാറി. അത് ചെയ്യണം ഇത് ചെയ്യണം ചെയ്തു. അല്ല, ഇപ്പൊ മെയിൻ ആയിട്ടുള്ള സാധനമല്ലേ, കുക്ക് ചെയ്യരുത്, ക്ലീൻ ചെയ്യരുത്, മറ്റേ തുണി അലക്കരുത്, ഇതൊക്കെ ലൈഫിൽ വേണ്ട ബേസിക് സർവൈവൽ സ്കിൽസ് ആണ്. അത് ആണിനും പെണ്ണിനും കൺഫൈൻഡ് ആയിട്ടൊരു കാര്യമൊന്നുമല്ല. അല്ല, ഇത്രേ ഉള്ളൂ. ഫെമിനിസം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് പറയാം, ഫ്രീഡം ഓഫ് ചോയ്സ്. ഇപ്പം എനിക്ക് വീട്ടിലിരുന്ന് കുക്ക് ചെയ്യണം എന്നുള്ളത് എന്റെ ചോയ്സ് ആണെങ്കിൽ എനിക്ക് അങ്ങനെ ചെയ്യാം. എനിക്ക് പക്ഷേ ജോലിക്ക് പോകണമെന്നുണ്ടെങ്കിൽ ആരും ജോലിക്ക് പോകരുതെന്ന് പറയാൻ പാടില്ല. ഇത്രേ ഉള്ളൂ. ഫെമിനിസം പഠിക്കുമ്പോൾ ഏറ്റവും നമ്മൾ പറയുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു വലിയ കാര്യമുണ്ട്, ഈ ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറയുന്നത്. തീർച്ചയായും നമ്മൾ എപ്പോഴും അല്ലെങ്കിൽ ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറയുമ്പോൾ സ്ത്രീകൾ മാത്രം, ശരിക്കും സ്ത്രീകൾക്ക് മാത്രമേ ഡൊമസ്റ്റിക് വയലൻസ് ഉള്ളൂ ഇവിടെ. കാരണം നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട റേപ്പ് എന്ന് പറയുന്ന സാധനം ആകെ പുരുഷന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. പക്ഷെ അല്ല, നമുക്ക് ഇപ്പൊ ഒരു തേർഡ് ജെൻഡർ വന്നിട്ടുണ്ട്, അതിവിടെ പറയുന്നില്ലല്ലോ. അതിവിടെ പറയുന്നില്ല. ഇപ്പൊ നമ്മള് ഒരു വീഡിയോ കണ്ടില്ലേ, കൽക്കട്ടയില് ഒരു പയ്യൻ, ഈ ഗോട്ട് ഹിസ് ഫ്രണ്ട് ഡ്രങ്ക് ആൻഡ് യു നോ ഡിഡ് തിങ്സ് ആൻഡ് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ മറ്റേ മീം പോലെ മറ്റേ അതുകൊണ്ട് ജില്ലയാണ് മറ്റേ ആണുങ്ങള് കുടിക്കുന്നതിനുള്ള പേടി സ്വപ്നം എന്നൊക്കെ പറഞ്ഞ് കുറെ മറ്റേ അൺനെസസറി സാധനങ്ങൾ എടുത്തിടുകയാണ്. ആൾക്കാർ കുടിക്കുന്നുണ്ട്, സോഷ്യൽ ഡ്രിങ്കേഴ്സ് ഉണ്ട്. സത്യം. ഈ എന്നിട്ട് ചെയ്യാത്ത കാര്യമല്ലേ. എന്നിട്ട് ഈ സാധനത്തിന്റെ ഇത്രയും പ്രോബ്ലമാറ്റിക് ആയിട്ടൊരു കാര്യം റേപ്പ് മാത്രമല്ല. ഇപ്പം 354 IPC എന്ന് പറയുന്നത് ഔട്ട്റേജിങ് ദി മോഡസ്റ്റി ഓഫ് വുമൺ. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഔട്ട്റേജിങ് ദ മോഡസ്റ്റി ഓഫ് വുമൺ എന്ന് പറയുമ്പോൾ പുരുഷന്മാർക്ക് എന്താ മോഡസ്റ്റി ഇല്ലേ? അല്ലെങ്കിൽ ഇവിടെ ഒരു തേർഡ് ജെൻഡർ ഉണ്ട്. റെഡ് ചില്ലി സിനിമ ഉണ്ട്, അതിന്റെ അകത്തൊരു സീനുണ്ട് പറയുന്ന പോലെ പുരുഷനെ റേപ്പ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ബട്ട് സ്റ്റിൽ അതിന്റെ അകത്തൊരു കാണിക്കുന്ന ഒരു സീൻ കണ്ടില്ലേ റെഡ് ചില്ലീസില്. അത് പറ്റുമൊക്കെ ചെയ്യും, പുരുഷനെ റേപ്പ് ചെയ്യാനൊക്കെ പറ്റും. ബേസിക്കലി ഈ പറയുന്ന റേപ്പിന്റെ ആ ഒരു കോൺസെപ്റ്റ് ഒന്ന് മാറ്റി ചിന്തിച്ചാൽ മതി. റേപ്പ് എന്ന് പറയുമ്പോൾ എന്താ, പെനിട്രേഷൻ ഉണ്ടെങ്കിലേ റേപ്പ് പറ്റുള്ളൂ. അതുകൊണ്ടാണ് മറ്റേ മനസ്സിലായത്, സെക്ഷൽ അബ്യൂസും ഇതുപോലെ റേപ്പ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് അത്രയും ഡീപ്പായിട്ട് കൊടുക്കുന്നതുകൊണ്ടാണ് നമുക്ക് അതിൻ്റെ അകത്ത് വരാത്തത്. അത് കാരണം തന്നെ ഡൊമസ്റ്റിക് വയലൻസ് ആകെ പുരുഷൻ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു കോൺസെപ്റ്റ്. അല്ല, ഈക്വാളിറ്റി ആണ് പറയുന്നതെങ്കിൽ ഇന്ത്യൻ ലോസ് ആണ് ആദ്യം ജനറൽ ന്യൂട്രലും ഈക്വൽ. പക്ഷെ ഇവിടെ ഇപ്പോഴും ഉള്ള ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യാത്തത് ഇപ്പോഴും സ്ത്രീകൾക്കെതിരെ അടിച്ചമർത്തലുണ്ട്. ഞാൻ ഒരിക്കലും അങ്ങനെ പറയില്ല, ചരിത്രപരമായിട്ട് നിങ്ങൾ ഇങ്ങോട്ടും അടിച്ചമർത്തുന്നുണ്ട്. അല്ല, അതുണ്ട്, ഇല്ലെന്ന് ഒരിക്കലും പറയില്ല. പക്ഷെ അതിന്റെ ഒരു കണക്കെടുത്ത് റേഷ്യോ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോഴും എന്തായിരിക്കും വലുത്, സ്ത്രീകൾക്കെതിരെയുള്ള ഡൊമസ്റ്റിക് വയലൻസ് ആയിരിക്കും ഉള്ളത്. പക്ഷെ ചരിത്രം മാറ്റി എഴുതാൻ അതുണ്ട്. അതേപോലെ തന്നെ സ്ലൈസ് കൊടുത്ത് കൊല്ലുന്ന പെൺപിള്ളേരും. പക്ഷെ ഇതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. അതായത് അല്ലല്ല, നിങ്ങൾ ഇവിടെ പറയുന്ന സ്ത്രീകൾക്കെതിരെയുള്ള അബ്യൂസിനെ പറ്റി പറയുമ്പോൾ തിരിച്ചു പറയുന്ന ഈ സോ കോൾഡ് മെനിസ്റ്റ് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നില്ലേ, അതായത് സൂയിസൈഡ് ജോളി, സൈനൈഡ് ജോളി അല്ലെങ്കിൽ ഫ്രൂട്ടി ഗ്രീഷ്മ, ഇതാ പറയുന്നത്. അതല്ല, നിങ്ങളുടെ ഒരു നിങ്ങളുടെ വികാരത്തിലെന്നല്ല, ഒരു നിങ്ങളൊന്നുമില്ല. എന്നാലും ചില സ്ത്രീകൾ പറയുന്നു കാട്ടിലെ കരടിയാണ് പുരുഷന്മാരെക്കാളും നല്ലതെന്നാണ്. അല്ല, ഇത് വളരെ വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോഴും നമ്മളിപ്പം ട്രെയിനിൽ മറ്റും സഞ്ചരിക്കുമ്പോഴത്തേക്ക് വരുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും പേടി, അല്ല ട്രാൻസ്ജെൻഡേഴ്സ് വരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ പേടിക്കുന്നു. കാരണം ഒരു മോശം അനുഭവം ഉണ്ടായി എന്ന് പറയാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഭയങ്കര പേടിയാണ്. അപ്പൊ എല്ലാ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി മോശമാണെന്ന് പറയാറുണ്ട്. അല്ലെ, എന്റെ തന്നെ പല സുഹൃത്തുക്കളും പറയുന്നുണ്ട്. കാരണം ഞാൻ ട്രെയിൻ സഞ്ചരിക്കുമ്പോൾ ഇങ്ങനെ വരുവാണ്, അപ്പൊ ട്രാൻസ്ജെൻഡേഴ്സ് ഒക്കെ മോശമാണെന്നുള്ള രീതി. ഇതേ ഒരു ലോജിക്ക് ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കും. കാരണം നിങ്ങൾ അല്ല, അതാണ് അവര് മോശമാണെന്നല്ല, ഞാൻ കണ്ടിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഈ സാധനത്തിന് വന്നിട്ട് മറ്റേ ട്രെയിനിന്റെ ഫ്രണ്ടിലൊക്കെ വന്നിട്ട്, ട്രെയിനിന്റെ ഫ്രണ്ടിലല്ല കമ്പാർട്ട്മെന്റ് വന്നിട്ട് ഫ്ലാഷ് ചെയ്യുക, കൈകൊട്ടി പൈസ മേടിക്കുക. ഇറ്റ് ഈസ് ബേസിക്കലി പൈസ കൊടുത്തില്ലെങ്കിൽ അപ്പം പരിപാടി തുടങ്ങുക. അത് മാത്രമല്ല, ഐ കൺസിഡർ ദിസ് ബേസിക്കലി എക്സ്ട്രോഷൻ ഇൻ ബ്രോഡ് ഡേ ലൈറ്റ്. കാര്യം
ഇത് പറയുമ്പോൾ തന്നെ നമുക്ക് LGBT ആയിട്ട് ഇത് കണക്ട് ചെയ്യാൻ പറ്റും. LGBT കാരുടെ വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിലവില് അവർക്ക് they can do whatever the hell they want എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പൊക്കോണ്ടിരിക്കുകയാണ്. എന്തോ സ്പെഷ്യൽ പ്രിവിലേജ് അവർക്കുള്ളത് പോലെ. അതാണ് അവർ ഈ അവയർനെസ് ക്രിയേറ്റ് ചെയ്ത് വളരെയധികം ഭയങ്കര സപ്പോർട്ട് ചെയ്യും. ഇപ്പൊ പ്രൈഡ് മാർച്ച്, എടാ ഈ പ്രൈഡ് മാർച്ച് എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്ന മറ്റേ അവരൊരു സപ്രസ് കമ്മ്യൂണിറ്റി ആയിരുന്നു. അല്ല ഇപ്പൊ സപ്രഷനെക്കാട്ടിയും വലുത്, ഇപ്പൊ സപ്രഷനെക്കാളും വലുത് അവരുടെ ഇതേ ഒരു തിയറി നിങ്ങൾ ഈ പറയുന്ന കാര്യം ഈ പറയുന്ന ഫെമിനിസത്തിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബഹുഭൂരിപക്ഷം പെൺകുട്ടികളും എന്താ പറയുന്നതെന്ന് മനസ്സിലാവും. ഇത്രേ ഉള്ളൂ. അതായത് ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല ഇവിടെ നടക്കുന്നത്. അപ്പം നമുക്ക് ജെനുവൻ ആയിട്ട് ഒരു പേടി ഉണ്ടാവും. മനസ്സിലായോ? കുറച്ചു നേരം സംസാരിച്ചു നിന്ന് കഴിഞ്ഞാൽ ആ കുട്ടി നാളെ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ പെടുവോ എന്നുള്ളൊരു പേടിയുണ്ട്. അല്ലല്ല, ഒരിക്കലും നമ്മളിപ്പം നിയമങ്ങൾ ദുരുപയോഗം ചെയ്യുന്നത് ആരായാലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല. അല്ലല്ല, ഞാൻ പറയുന്നതും ഒരിക്കലും നമുക്ക് നിയമങ്ങൾ ദുരുപയോഗം ചെയ്യുന്നത് അംഗീകരിക്കാൻ പറ്റില്ല. അത് ആരായാലും, ആണായാലും പെണ്ണായാലും. അല്ല അത് മാത്രമല്ല, ഇപ്പൊ ബാനിഷ് മോഡിൽ സേഫ് അല്ലാതായിരിക്കും. അല്ല, ബാനിഷ് മോഡിൽ മെസ്സേജ് അയക്കുന്നതാണ് പ്രശ്നം, അല്ലാതെ ഒരിക്കലല്ല. പ്രശ്നത്തെ പറ്റി ചർച്ച ചെയ്യാൻ എന്തുകൊണ്ട് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ആദ്യമായിട്ട് ചർച്ച ചെയ്യേണ്ടത്. അല്ല എടാ, ഞാൻ ആരുടെ ഭർത്താവല്ല, ബോയ് ഫ്രണ്ട് അല്ല, എനിക്ക് വാനിഷ് മോഡ് ഉപയോഗിക്കാൻ ഭർത്താവല്ല ബോയ് ഫ്രണ്ട്. ഓക്കെ ശരി, അപ്പൊ എനിക്ക് വാനിഷ് മോഡിൽ അല്ലെങ്കിൽ ഇൻകോഗ്നിറ്റോ ഉപയോഗിക്കാനുള്ള ഒരു ചാൻസ് കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോഴും പറയുന്ന ഒരു പെൺകുട്ടിയെടുത്ത് സംസാരിക്കാൻ പേടിയാ. കാരണം നാളെ അവളെ എനിക്കെതിരെ എന്തെങ്കിലും കേസ് കൊടുക്കുന്ന. പക്ഷെ എന്തുകൊണ്ടാണ് കേസ് കൊടുക്കാൻ, എന്തുകൊണ്ടാണ് അത്രയും ഒരു സാഹചര്യം ഉണ്ടായി, അതിന്റെ ചരിത്രത്തെ പറ്റി ചിന്തിക്കേണ്ടത്. മനസ്സിലാക്കേണ്ട ഒരു കാറ് വന്ന് ബൈക്കിൽ ഇടിച്ചാലും ബൈക്ക് വന്ന് ഇത് മറ്റേ ഇലവന്റെ മുകളിൽ അപ്പൊ കാറ് വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ എന്താ ആൾക്കാർ പറഞ്ഞത്, ആ കാറുകാരന്റെ തെറ്റാ എന്ന് വെച്ചാൽ ബേസിക്കലി ബൈക്കുകാരൻ എന്തോ ഇച്ചിരി കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ അവൻ റിസ്ക് എടുത്ത് ജീവിക്കുന്നവനാണ് ആ ഒരു കോൺസെപ്റ്റ്. പക്ഷെ ഇതേ സെറ്റപ്പാണ് കാറുകാരന്റെ ഉള്ളിൽ. അവൻ വണ്ടി ഓടിച്ചോണ്ട് പോകുമ്പോ അപ്പോഴാണ് നമ്മൾ പറയുന്നത് ഫെമിനിസം വേണമെന്നുള്ളത്. ഇത്രേ ഉള്ളൂ. ഇതന്നെ എല്ലാവർക്കും തുല്യനീതി, അതായത് ഒരാൾക്ക് മറ്റൊരാളെ ഇക്വാളിറ്റി അല്ല നമുക്ക് ഇക്വിറ്റിയാണ്. അഞ്ചടി പൊക്കമുള്ളവൻ ഒരു മതിലിന് മുന്നിൽ നിൽപ്പുണ്ട്, 6 അടി പൊക്കമുള്ളവൻ 6 അടി പൊക്കമുള്ളവൻ ഒരു കട്ട വെച്ച് കഴിഞ്ഞാൽ കാണാം, 5 അടി പൊക്കമുള്ളവൻ ഒരു കട്ട വെച്ചാൽ അപ്പനും അവന്റെ തലയിൽ. അതെ, ഇതാണ് ഇപ്പൊ പറയുന്ന ഇത്രേ ഉള്ളൂ. അതായത് ഇപ്പം പാട്രിയാർക്കി എന്നൊക്കെയുള്ള കുറെ ആശയങ്ങളുണ്ടല്ലോ, മിസോജിനി, പാട്രിയാർക്കി, നമുക്ക് കുറെ ഉണ്ടല്ലോ ഈ ഒരു ലിസ്റ്റ്. പക്ഷെ ഇത് കാരണം കാലാകാലങ്ങളായി സ്ത്രീകൾ പറയുന്നത് ഇങ്ങനെ ഒരു അടിമത്തത്തിലാണ് ഇരിക്കുന്നത്. അടിമ അല്ല, നിങ്ങൾ ഇപ്പോഴും വിഷയം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പ്രശ്നം ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇതിന് ബാക്കി വരുന്ന റിയാക്ഷൻസ് ആണ് നിങ്ങൾ ചർച്ച ചെയ്യുന്നത്. റിയാക്ഷൻസ്, നിങ്ങളൊരു പ്രശ്നം ഉണ്ടാക്കുമ്പോഴല്ലേ ആ റിയാക്ഷൻസ് വരുന്നത്. ഞങ്ങള് റിയാക്ഷൻ വരെ പ്രശ്നമൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ചില സമയത്ത് നമ്മളിപ്പോ പറഞ്ഞ പോലെ നമുക്ക് പ്രശ്നങ്ങൾ ചിലർ കണ്ടിട്ടില്ലേ, ഓൺ ദ സ്പോട്ട് അങ്ങ് ചുമ്മാ റിയാക്ട് ചെയ്യും, കാര്യം പോലും അറിയാൻ പാടില്ലായിരിക്കും. ക്ലാസ്സിൽ ചുമ്മാ ഇപ്പൊ ക്ലാസ് ഒരു തെറി പറയുന്നവരുണ്ട്, അതിന്റെ റിയാക്ഷൻ ഒന്നും വേണ്ട. അവന് ഉള്ളിൽ നിന്ന് പെട്ടെന്ന് പൊട്ടുന്നതാണ് റിയാക്ഷൻ. അല്ല അത് അല്ല, ഞാൻ റീസെന്റ് ആയിട്ട് ഈ പറയുന്ന പോലെ ഐൻസ്റ്റീന്റെ സംഭവം ഇവിടെ വർക്ക്ഔട്ട് ആവണമെന്നില്ല. ആക്ഷൻ റിയാക്ഷൻ ഒരു ചുമ്മാ അല്ല. സിമ്പിൾ ആയിട്ട് പറയട്ടെ, മോഡേൺ ഫെമിനിസത്തിൽ തന്നെ ഒരുപാട് കോൺസെപ്റ്റ്സ് ഉണ്ട്, ഇൻക്ലൂഡിംഗ് ലിബറൽ ഫെമിനിസം. ഇവിടെ ഫെമിനിസ്റ്റ് ആണെന്ന് പറഞ്ഞു നടക്കുന്ന സ്ത്രീകൾക്ക് ഈ കോൺസെപ്റ്റ്സ് അറിയാം. അല്ല, അതൊരു ശരിയാണ്. കാരണം എന്താണ് ഫെമിനിസം എന്നുള്ളത്, അല്ല എന്താണ് ഫെമിനിസം, മോഡേൺ ഫെമിനിസം എന്താണ്, ഈ മൂവ്മെന്റ് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെമിനിസം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ജെൻഡറിനെതിരെയുള്ള അറ്റാക്ക് അല്ല. അത് ഒരിക്കലും അങ്ങനെയല്ല. ഫ്രീഡം ഓഫ് ചോയ്സ് എന്ന് മാത്രമാണ്, അങ്ങനെ പറയുന്നില്ല. പക്ഷെ ഇപ്പോഴും വിഷയം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ശരിക്കുള്ള കോസിനെ പറ്റിയിട്ട് നമ്മൾ ഇപ്പോഴും ചർച്ച ചെയ്യുന്നില്ല. കാരണം ഇപ്പൊ ഇന്ത്യയിൽ തന്നെ എടുത്തു നോക്ക്, അതായത് ഈ റീസെന്റ് ആയിട്ടുള്ള മണിപ്പൂർ ഇഷ്യൂ, അതെന്താണ് സംഭവിക്കുന്നത്? അപ്പം അവിടെ നമുക്ക് ഫെമിനിസം എന്ന് പറയുന്ന ഒരു ആശയം ഇല്ലെങ്കിൽ അപ്പൊ നിങ്ങൾ പറയണം ഓക്കെ, ആ സ്ത്രീകൾ അങ്ങനെ എന്തെങ്കിലും പ്രതികരിച്ചു കഴിഞ്ഞാൽ അവരുടെ ഭാഗത്താണോ തെറ്റ്? അല്ല, ആ ഒരു ചുറ്റുവട്ടത്തിലുള്ള സ്ത്രീകളുടെ ഒരു മാനസികാവസ്ഥ നിങ്ങൾ ചിന്തിച്ചു നോക്കണം. ഇല്ല, മനസ്സിലായി. എല്ലാ സ്ഥലത്തും ഈ പറയുന്ന പോലെ സ്ത്രീകളാണ്. അല്ല, ഇതിന്റെ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഈ പാട്രിയാർക്കി തന്നെയാണ് ഇപ്പൊ ആൺകുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നത്തിന്റെ മൂല കാരണം അല്ലേ? മേ ബി അല്ല, തീർച്ചയായിട്ടും ആണ്. ആൺകുട്ടികൾ കരയരുതെന്ന് പറയുന്നത് എന്തുകൊണ്ടാ? പാട്രിയാർക്കി കാരണമാണ്. അല്ല, അത് ഞാൻ സമ്മതിക്കുന്നു. അത് ഒരു തരം ടോക്സിക് നോഷൻ ഓഫ് മാസ്കുലിനിറ്റി തന്നെയാണ്. പക്ഷെ
ചില സ്ഥലങ്ങളിൽ ആണുങ്ങൾ കരയാതിരുന്ന് കാര്യങ്ങൾ ഡിക്റ്റേറ്റ് ചെയ്ത് അത് കൊണ്ടുപോകുന്നതാണ് നല്ലത്. അല്ല ഇതിലൊരു സംഭവം ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ റൂള് ടേക്ക് ഓവർ ചെയ്ത് ഇവിടെ ലോകമെമ്പാടും ഇത്രയും ഫെമിനിസ്റ്റുകളുണ്ടല്ലോ, അവര് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടല്ലാതെ മറ്റേ ഇതിനു വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഇവർക്ക്? അങ്ങനെ ഞാൻ പറയട്ടെ ഒരു കാര്യം, അത് മാത്രമല്ല ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സാധ്യതകളുണ്ട്, ഒരു ആക്ടിവിസത്തിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സാധ്യതകളുണ്ട്. പോസ്റ്റ് നോട്ട്സ് ഇപ്പൊ റീൽസും വരുന്നു. ഈ ട്രാൻസ്ജെൻഡേഴ്സിനെ കുറിച്ച് നേരത്തെ പറഞ്ഞല്ലോ, ട്രെയിനിലെ അതിന്റെ അവർക്കൊരു കമ്മ്യൂണിറ്റി ഉണ്ട് ഇതേപോലെ. ആ കമ്മ്യൂണിറ്റിന്റെ ബേസും നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. അല്ലല്ല LGBTQAI+. കഴിയില്ല, ഇനിയും പ്ലസ് വേണം, കുറെ പ്ലസ് ഉണ്ട്. പ്ലസിലാണ് എല്ലാം വരുന്നത്. അതിനകത്ത് തന്നെ കുറെ ഉണ്ടല്ലോ. അത്ര ഉണ്ടെന്ന് അറിയാൻ പാടില്ല. പക്ഷെ എന്നാലും അല്ല, ഞാൻ വേറൊരു കാര്യം പറയട്ടെ. ഇവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഇവരുടെ ഈ എന്താ പറയാ ബിഹേവിയർ തന്നെയാണ് ഇവരെ പ്രധാനമായിട്ടും. ഈ ബിഹേവിയറിന്റെ ഒരു പ്രശ്നം ഞാൻ കംപ്ലീറ്റ് ഈ ബിഹേവിയർ തന്നെയാണ് പൊതുവായിട്ടും മറ്റേ പൊതുസമൂഹം ഇവരെ മാറ്റി നിർത്താനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന്. അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. ഇതേ ഒരു സംഭവമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഫെമിനിസത്തിന്റെ കേസിലും പോട്ടെ. അപ്പൊ പക്ഷെ ഇവിടുത്തെ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്ക് വളരാൻ അല്ലെങ്കിൽ അവർക്ക് ഒരു ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള ലൈഫ് ജീവിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു സെക്യൂരിറ്റി നമ്മൾ കൊടുക്കുന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും അവർക്ക് പണസമ്പാദനത്തിന് വേണ്ടിയിട്ടുള്ള മറ്റു മാർഗങ്ങളിലേക്ക് പോകും. ഇപ്പം ട്രാൻസ്ജെൻഡർ ലൈഫ് സ്റ്റോറി മറ്റു മാർഗങ്ങളെന്ന് പറയുന്നുണ്ടല്ലോ. അല്ല, ഇപ്പം ട്രാൻസ്ജെൻഡർ ലൈഫ് സ്റ്റോറീസ് എഴുതിയിട്ടുള്ള ഒരു, എനിക്കൊന്ന് പേര് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല, രേവതി എന്നാണോ അതോ കൽക്കി ആണോ എന്ന് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. ഇവർ രണ്ടുപേരും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ വളരെ എഡ്യൂക്കേറ്റഡ് ആണ്, ഡിഗ്നിഫൈഡ് ലൈഫ് ജീവിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെ പലപ്പോഴും ഇവരെ ആട്ടി ഓടിക്കുകയാണ് ചെയ്യുന്നത് പൊതുസമൂഹത്തിൽ നിന്ന്, ഒരു അവസരം കൊടുക്കുന്നില്ല. ഞാൻ ഒരിക്കലും ഇത് ഞാൻ പറയല്ല, ഇത് ഇതുപോലെ പഠിച്ചവരാണ്, പണം സമ്പാദിക്കാൻ ആഗ്രഹമുള്ള ഇവിടെയാണ്. നമ്മളെ ആരും സ്റ്റിഗ്മറ്റൈസ് ചെയ്യുന്നില്ല എന്ന് പറയാം. പക്ഷെ ഈ പണം സമ്പാദനത്തിന് ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ ഒരു സർട്ടൻ എമൗണ്ട് ഇത്ര സമയത്തിനുള്ളിൽ കിട്ടണമെങ്കിൽ പല വഴികളും ഉണ്ട്. ഒരു സെക്കൻഡ്, പല വഴികളും ഉണ്ട്. ഈ വഴി മാത്രമല്ല, എന്തുകൊണ്ട് ഈ സിഗ്നലിൽ ഇറങ്ങി കൈ നീട്ടുന്നതും ആൾക്കാരെ ട്രോമറ്റൈസ് ചെയ്യുന്നു അല്ലാതെ എന്തുകൊണ്ട് ആ സിഗ്നലിൽ ഓരോ ഗ്ലാസ് ചായ കൊടുത്തുകൂടാ? അല്ലെങ്കിൽ അതൊരു പരസ്യമുണ്ട്. അത് മാത്രമല്ല പറഞ്ഞ ഈ ഓരോ സിഗ്നലിൽ ഓരോ ചായ കൊടുത്തുകൂടാ? ഈ പേനയോ കൊടിയോ അങ്ങനെ എന്തുകൊണ്ട് വിറ്റുകൂടാ? എന്തുകൊണ്ട്? അത് പറയില്ലേ, പേനയും കൊടിയും വെച്ച് വലിയ ബുദ്ധിമുട്ടിലാണ്. എന്നിട്ട് നേരെ ഗ്ലാസ്സിലോട്ട് വെള്ളം അടിച്ചിട്ട് നേരെ തുടച്ചിട്ട് പൈസ അതിലേറെ ബുദ്ധിമുട്ടാണ്. വേറെ കുറെ പരിപാടി ഉണ്ട്. ശരി പോട്ടെ. ഇത് എന്തുകൊണ്ട് വളരെ എന്താ പറയാ ഒരു നല്ല വഴി എന്ന് തന്നെ പറയാം, നല്ല വഴി സ്വീകരിച്ചു. ഇത് ഈ നല്ല വഴി എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത്രയും നമ്മുടെ ഒരു സമയ പരിമിതി കാരണം പറയാണ്, കുറെ നല്ല ലൈഫ് സ്റ്റോറീസ് ഉണ്ട്. ട്രാൻസ്ജെൻഡർ ലൈഫ് സ്റ്റോറീസ് ആയത് സമയപരിമിതി ലൈഫ് സ്റ്റോറീസ്, ട്രാൻസ്ജെൻഡർ ലൈഫ് സ്റ്റോറീസും കാര്യങ്ങളുണ്ട്. ഇവർ വായിക്കുമ്പോൾ ഇവരുടെ ഒരു ജേർണി നമ്മൾ വായിച്ചു നോക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും. കാരണം അവരെ നമ്മൾ അങ്ങനെയുള്ള ഒരു രീതിയിൽ മാറ്റി നിർത്തുകയാണ്. ഇതാ അല്ല സപ്രസ്ഡ് എന്ന് മാത്രമല്ല, ഇതേ ഉള്ളൂ നിങ്ങൾക്കൊരു ഓപ്ഷൻ എന്നുള്ള രീതിയിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. അവർക്ക് മറ്റെന്ത് ചെയ്യാനും, അവർക്ക് ഇപ്പം എനിക്കറിയാം അവർക്ക് ഇവിടെ ബ്ലെസ്സിങ്സ് കൊടുക്കാൻ പോവാം, ഇതാണ് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. മറ്റു പല ഓപ്ഷൻസ് ഉണ്ട് ഇതുപോലെ. ഈ ബ്ലെസ്സിങ്സ് കൊടുക്കുന്നതിൽ വേറെ വലിയൊരു പ്രശ്നം എന്താണെന്ന് അറിയാം. ഈ ബ്ലെസ്സിങ്സ് കൊടുക്കുന്നതിൽ ഇവർ പോയിട്ട് ദേ ഡിമാൻഡ് ഹ്യൂജ് സംസ് ഓഫ് മണി. അത് ദീസ് പീപ്പിൾ ആർ ഒബ്ലൈസ്ഡ് ടു പേ ബിക്കോസ് ഇവർക്കൊരു ഡിവൈൻ അപ്പിയറൻസ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് ഇവർ ചോദിക്കുന്ന പൈസ കൊടുക്കണം. ഈ കുട്ടികളുടെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ ക്ഷണിക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള ആചാരങ്ങൾ നടക്കും, സെറമണി ക്ഷണിക്കുകയാണ് ചെയ്യുന്നത്. വരാറുണ്ട്. അല്ല ഓക്കെ വോട്ടെവർ. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരാളെ കാണുമ്പോഴത്തേക്ക് അങ്ങനെ തന്നെ നിങ്ങൾക്ക് ഇതേ ഉള്ളൂ ജോലി, നീ വേറൊന്നും ചെയ്യരുത് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ്. ഇപ്പം കുറെ കാലങ്ങൾക്ക് മുമ്പ് നീ അടുക്കളയിൽ കിടന്നാൽ മതി എന്നൊരു പെണ്ണിന്റെ അടുത്ത് പറയുന്നില്ലേ? വീട്ടിലെ മഹാലക്ഷ്മി, അടുക്കളയിൽ മഹാലക്ഷ്മി എന്ന് പറയുന്നില്ലേ? അതുണ്ട്, അടുക്കളയുടെയാണ് മഹാലക്ഷ്മി. വീട്ടിന്റെ അകത്ത് മാത്രമേ അല്ല, അടുക്കളയിൽ മാത്രമേ മഹാലക്ഷ്മി പാടുള്ളൂ. അതേപോലെ ഇവര് പറഞ്ഞ അങ്ങനെ ആക്കി വെച്ചിരിക്കുകയാണ്. മനസ്സിലായോ? ഇപ്പൊ നമ്മളിപ്പോ അരുന്ധതി റോയുടെ പുസ്തകമുണ്ട്, അതിലൊക്കെ വായിച്ചു നോക്കി നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. ഞാൻ ഒരുപാട് വ്യത്യാസം കാണുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പൊ തന്നെ ബീഹാറിൽ ഒരു സ്ത്രീ ട്രാൻസ്ജെൻഡർ പോലീസ് ഓഫീസർ. ഇപ്പോഴാണ് ഇതിനൊരു മാറ്റം വന്നിട്ടുള്ളത്, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ. നമ്മളൊന്ന് സിമ്പിൾ ആയിട്ട് കുറെ ഡിസബിൾ ആയിട്ടുള്ള ആളുകൾ, ഡിസബിലിറ്റീസ് ഉള്ളവർ എക്സാക്ട്ലി അവരാരും ഇതിനല്ല പോകുന്നത്. അവർ ഒരു ചെറിയൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവർ ഏതൊരു ജോലി മേഖലയിലേക്കും വരികയാണ്. മുമ്പത്തെ കാര്യം
കാര്യമായിട്ടാണ് പറയുന്നത്. ഏതൊരു മേഖലയിൽ ഇവർക്ക് ഇപ്പം കൽക്കി സുബ്രഹ്മണ്യം എന്ന് പറയുന്ന ഒരു ആക്ടിവിസ്റ്റ് തന്നെ പറഞ്ഞതെന്ന് വെച്ചാൽ 60% പേർക്ക് പോലും എഡ്യൂക്കേഷൻ ഇല്ല, വളരെ പ്രൈമറി എഡ്യൂക്കേഷൻ പോലും ഉണ്ടാവുന്നില്ല അവർക്ക്. അപ്പം ഇവർ ഏതൊരു മേഖലയിലേക്ക് വരുമ്പോൾ ഇവരെ മാറ്റി നിർത്തുകയാണ്. മാറ്റി നിർത്തുന്നവരും വരണ്ട ഇവര് എന്നുള്ള രീതിയിലാണ്. എഡ്യൂക്കേഷൻ ഒരു വലിയ ഫാക്ടർ അല്ല. ഓക്കെ, മനസ്സിലാവും. ചായ വിൽക്കുക എന്ന് പറയുന്നത് ഒരു ജോലിയാണ്. കറക്റ്റ് അല്ല. പക്ഷെ ഇവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് അങ്ങനെ കുറെ കാലങ്ങൾക്ക് മുമ്പ് അങ്ങനെ ഒരാൾ ചായ വിൽക്കുകയാണെങ്കിൽ ചായ വാങ്ങി കുടിക്കില്ലാത്ത ഒരു കാലഘട്ടം എന്തുകൊണ്ട് അവര് കാണുന്നത് മറ്റേ ഈ വളരെ ഡാർക്ക് ആയിട്ടുള്ള ആലികളിലും അല്ലെങ്കിൽ ട്രെയിൻസിലുമുള്ള ഇവരുടെ മോശം ബിഹേവിയർ അല്ലെ ഈ പൊതുസമൂഹത്തിൽ ബാക്കിയുള്ള ഇന്ത്യയിലെ ഇല്ലിറ്ററസി റേറ്റ് എന്താണ് എന്ന് നമുക്കറിയില്ല. അത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ ചാനലിന്റെ പേര് 100% ഇല്ലിറ്ററസി. അപ്പോ മെയിൻ ആയിട്ട് ഇന്ത്യയിലെ ഇല്ലിറ്ററസി റേറ്റ് എത്രയാണെന്ന് അറിയാലോ. അപ്പോ അത് വെച്ച് നോക്കുകയാണെങ്കിൽ അവർക്കും അത് അവരും വോക്കൊന്നുമല്ല, അവർ സാധാരണ മനുഷ്യരും വോക്കല്ല. ഒരു കാര്യം ചിന്തിക്കാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് ഇപ്പം ഞാൻ പറയാണ് ഇതുപോലെ മാറ്റി നിർത്തപ്പെടുക. ഇതിന് കുറെ കാര്യങ്ങളുണ്ട്, ഇതിന് കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. നമ്മൾ ഒരിക്കലും പറയാൻ പറ്റില്ല അവരിങ്ങനെ ആയതുകൊണ്ടാണ് നമ്മൾ മാറ്റി നിർത്തുന്നത്. അവരിങ്ങനെ ആയതുകൊണ്ടല്ല, ഈ ഡീജനറേറ്റ് ബിഹേവിയർ റിജക്ട് ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ വളരെ ഒരു സജസ്റ്റ് ചെയ്യുന്ന ഒരു പുസ്തകം പറഞ്ഞുതരാം. ട്രൂത്ത് അബൌട്ട് മീ ഹിജറ ലൈഫ് സ്റ്റോറി എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഭൂരിപക്ഷം ആൾക്കാരുടെ ഇപ്പം എനിക്ക് ഇവരുടെ ട്രാൻസ്ജെൻഡർ ഫെസ്റ്റിവലായ കൂവർഗം തമിഴ്നാട്ടിൽ വലിയ ആഘോഷമാണ്. ശരിക്കും അവിടെ എന്താണ് നടക്കുന്നത്? there is a blog some guided കൂവർഗത്തിൽ ആക്ച്വലി അതിന്റെ പുറകുവശത്ത് വാട്ട് ഹാപ്പൻസ് അത് ആ ലോഡ്ജും അവിടുത്തെ അന്തരീക്ഷവും അത് ആക്ച്വലി ഭയാനകമാണ്. ഇങ്ങനെ ഒരു ഭീകരാന്തരീക്ഷം ഇവര് തന്നെ ഇവര് തന്നെ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ എങ്ങനെ പൊതുസമൂഹം ഇവരെ മാറ്റി നിർത്താതിരിക്കും അല്ലെങ്കിൽ സ്റ്റിഗ്മറ്റൈസ് ചെയ്യാതിരിക്കും? അല്ല, നേരത്തെ ഇവർ പറഞ്ഞ പോലെ തന്നെ വേറെ വലിയ സംഭവം ഈ എന്താ അവർക്ക് വേറെ പാരീസ് ഒളിമ്പിക്സിന്റെ ഈസി മണി. ഈ ബേസിക്കലി ഇന്ത്യൻ ഗവൺമെന്റ് ബ്ലഡ് ഡൊണേഷൻ റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട്. ആർക്കൊക്കെ? ഈ പറയുന്ന MNM എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉണ്ട്, MSF. അല്ലാണ്ട് അതുപോലെ ഇതുപോലത്തെ ട്രാൻസ്ജെൻഡേഴ്സിനെയും സെക്സ് വർക്കേഴ്സിനെയും മാറ്റി. അപ്പൊ നമ്മൾ ഇവർക്ക് മറ്റേ രണ്ടും ഓക്കെ, പക്ഷെ എന്തുകൊണ്ട് ട്രാൻസ്ജെൻഡേഴ്സിനെ മാറ്റി നിർത്തുന്നത്? നാക്കോ എന്ന് പറയുന്നൊരു എയ്ഡ്സ് ഓർഗനൈസേഷൻ ഉണ്ട്, നാഷണൽ എയ്ഡ്സ് കൺട്രോൾ ഓർഗനൈസേഷൻ. അവരിൽ 62% ഈ പറയുന്ന ട്രാൻസ്ജെൻഡേഴ്സും സെക്സ് വർക്കേഴ്സ് ആണ്. പക്ഷെ നമ്മുടെ കേരള ഗവൺമെന്റ് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇപ്പൊ നമ്മുടെ ഈ റെജീം വന്നിട്ട് ശരിക്കും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നു, ഒരുപാട് എയ്ഡ് കൊടുക്കുന്നുണ്ട്. ഒരു വളരെ വലിയ മാറ്റമുണ്ട്. ഇപ്പൊ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ തന്നെ നല്ല രീതിയിലുള്ള മാറ്റമുണ്ട്. ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അല്ല, ഇപ്പൊ ശരിക്കും ആക്ടിവിസത്തിന്റെ ഗുണം നമ്മൾ ശരിക്കും കാണുന്നുണ്ട്. പിന്നെ വേറെ ഇപ്പൊ ഒരുപാട് എയ്ഡ് കൊടുക്കുന്നുണ്ട്. അവരെ മാറ്റി നിർത്താൻ പറ്റുന്ന അവരെല്ലാരും മോശക്കാരോ അല്ല. പക്ഷെ ഞാൻ പറയുന്നത് പൊതുസമൂഹത്തിന്റെ മുഖത്ത് ഇവര് വെക്കുന്ന മുഖം അത് കണ്ടിട്ട് ആൾക്കാർ ജഡ്ജ് ചെയ്യുന്നതിനോട് ആൾക്കാരെ ഒരു രീതിയിലും തെറ്റ് പറയാൻ പറ്റില്ല. ഇവര് പക്ഷേ ഈ പ്രൈഡിലൂടെ ഭയങ്കര പ്രശ്നം സംഭവങ്ങളും നമുക്ക് ജനറലൈസ് ചെയ്ത് പറയുമ്പോഴാണ് ഇവിടെ നമ്മൾ നേരത്തെ പറയുന്നത് വളരെ എന്താ പറയാ വൾഗറാണ്. മലപ്പുറത്ത് മാത്രമല്ല, ഈ ടൊറോണ്ടോയിലും സാൻ ഫ്രാൻസിസ്കോയിലും പ്രൈഡ് മാർച്ചാണ്. അവിടെ ഫെറ്റിഷ് സോൺസ് ഉണ്ട്. ഈ ഫെറ്റിഷുകളും അല്ലെങ്കിൽ മറ്റേ നടു റോഡിൽ നിന്ന് മറ്റേ ഫ്ലാഷ് ചെയ്യുന്നതും എങ്ങനെയാണ്? ദാറ്റ് ഇസ് ഒബ്സീനിറ്റി, ദാറ്റ് ഇസ് ഡീജനറേറ്റ് ബിഹേവിയർ. That is not pride of any kind, because that is pure obscenity and it shouldn't be promoted. We are here, we are queer, we are coming for your children എന്ന് ഇവരുടെ പ്രൈഡ് മാരേജില് ആന്തം പോലെ പാടിയിടുന്നത് ഇവരാണ്. ബിക്കോസ് അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എല്ലാ തവണയും അവരെ മെയിൻ ആയിട്ട് എന്താ പറയാ, യു ആർ ട്രാൻസ്ജെൻഡർ അല്ലെങ്കിൽ യു ആർ ഫ്രം ദിസ് പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റി, യു ക്യാൻ ഡു വാട്ട് എവർ യു വാണ്ട്. ഈ ഒരു നോഷനിലേക്ക് നമ്മുടെ ലോകം എന്നെത്തുന്നോ അന്ന് പരാജയം വരും. പിന്നെ ജെൻഡർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നമല്ല, എല്ലാരും പാവങ്ങളല്ലേ എന്നുള്ളൊരു കമന്റും ആയിട്ട് ആരും വരരുത് എന്നാണ് എന്റെ അഭിപ്രായം. അല്ല, അങ്ങനെയല്ല. ഇപ്പം ഏത് കൺസെപ്റ്റ് എടുത്തു കഴിഞ്ഞാലും അത് ഒരു എക്സ്ട്രീം ഒരു ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ അതിന് അതിന്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ. ആ എക്സ്ട്രീമിറ്റി നമ്മൾ കാണുന്നുണ്ട് 2024 പാരീസ് ഒളിമ്പിക്സിന്റെ ഇനോഗ്രൽ ഫംഗ്ഷനിൽ കാണിക്കുന്നില്ലേ? അല്ല എടാ, 2024 പാരീസ് ഒളിമ്പിക്സിന്റെ ഇനോഗ്രൽ ഫംഗ്ഷൻ എടുത്ത് നോക്കണം. അവര് മറ്റേ ഡ്രാഗ് ഷോസ് വെച്ചിട്ട് ലാസ്റ്റ് സപ്പർ വീണ്ടും ആ ഒരു ഡ്രാഗ് ഷോ പോലെ കാറ്റഗറൈസ് ചെയ്ത് അത് വീണ്ടും കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെന്ത് വൃത്തികെട്ട ബിഹേവിയർ ആണ്. ഡ്രാഗ് ഷോസ് എന്നൊക്കെ പറയുന്നത് ഒരു കൺസെപ്റ്റ് ഇതെല്ലാം ഒരേ കോയിന്റെ രണ്ട് വശങ്ങളാണെന്നേ ഉള്ളൂ. ഇതെല്ലാം മറ്റേ അത് വേറെ വലിയൊരു സ്പെക്ട്രം ആണ് ആക്ച്വലി.
നമ്മൾ ഈ പറയുന്ന പോലെ എല്ലാത്തിനും ഒരു പോസിറ്റീവ് സൈഡ് പോലെ നെഗറ്റീവ് സൈഡും ഉണ്ട്. അല്ല ഞാൻ പറയും പല കുട്ടികളും ഇപ്പൊ കൺഫ്യൂസ് ആണ് എന്ന് വെച്ചാൽ ഇനി ഞാൻ അതാണോ ഞാൻ ഇതാണോ അവര് ട്രൈ ചെയ്ത് നോക്കി തുടങ്ങി. അല്ല ഞാൻ എന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായത്തില് ഞാൻ എനിക്ക് ഇങ്ങനെ പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ പ്രശ്നമൊന്നല്ല ഞാൻ എനിക്ക് ഇങ്ങനെ ഇത് വരുന്ന ട്രാൻസ്ജെൻഡറിസത്തിന് മെയിനായിട്ട് കാരണമായിട്ട് പറയുന്നത് ജെൻഡർ ഡിസ്ഫോറിയാണ്. ജെൻഡർ ഡിസ്ഫോറിയ വാസ് ക്ലാസിഫൈഡ് മെന്റൽ ഇൽനെസ് it was considered a mental illness but it is not now. പക്ഷേ ഈ പാരീസ് ഒളിമ്പിക്സിന്റെ തുടക്കത്തിൽ തന്നെ ഇവര് ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ അത് സംസാരിക്കപ്പെടുന്നുണ്ട്. പക്ഷെ അവർക്കത് ചെയ്യാൻ സ്വാതന്ത്ര്യം കിട്ടിയത് എന്തുകൊണ്ടാണ്? ബിക്കോസ് ദേ ആർ ഫ്രം എ പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റി ആൻഡ് ഇതൊരു മറ്റേ വേറൊരു സ്പെക്ട്രമാണ് അല്ലെങ്കിൽ വേറൊരു ഐഡന്റിറ്റിയാണ്. അങ്ങനെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാര്യം ഇതെല്ലാം ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ്. പിന്നെ മറ്റേ ഐഡന്റിഫിക്കേഷൻ ഷീ ഹർ ദേ, ആരാണ് ഈ ഷീ ഹറും ദേ? ആരാണ് ശരിക്കും? അല്ല, പക്ഷെ ഇവിടെ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഇപ്പോഴും ഒരു ബഡ്ഡിംഗ് സ്റ്റേജിൽ നിൽക്കുവാണ്. ഈ കൺസെപ്റ്റും ഈ ഒരു ബേസിക് ആയിട്ടുള്ള ചർച്ചകളും കാര്യങ്ങളും എന്ത് ചെയ്യാം ചെയ്തുകൂടാന്നൊക്കെയുള്ള പിന്നെ അത് മാത്രമല്ല നമ്മളുടെ എവല്യൂഷൻ. പക്ഷെ ഇത് കുറച്ച് കഴിയുമ്പോഴേക്കും ഇത് ബഡ് ചെയ്ത് വളർന്ന് പന്തലിച്ച് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല. കാരണം പലരും വെറുതെ എന്താ ഭയങ്കര കഷ്ടപ്പെടുന്നുണ്ട് ഇതിന്റെ പുറകിൽ. കാരണം ഒരു ലെസ്ബിയൻ അല്ലെങ്കിൽ ഒരു ഗേ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ അവന്റെ മെന്റൽ അവന്റെ ആ ഒരു രീതിയാണ്. ഇപ്പൊ ഒരു സ്ത്രീയോട് അത് ഭയങ്കര ഡിഫറെന്റ് ആണ്. അത് അയാളെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതേ സമയത്ത് അത് ബാക്കിയുള്ളവരിലേക്ക് ഇല്ല നമ്മുടെ സെക്ഷുവാലിറ്റി അല്ലെങ്കിൽ നമ്മുടെ ജെൻഡർ എന്ന് പറയുന്നത് നമ്മളിലേക്ക് മാത്രം ഒതുക്കപ്പെടുക എന്നുള്ളതാണ്. മറ്റൊരാളിലേക്ക് ഫോഴ്സ് ചെയ്യാതിരിക്കുന്നിടത്തോളം കാലം ഒന്നും പ്രശ്നമില്ല. ഇതിപ്പോ നമ്മൾ ഏതൊരു കൺസെപ്റ്റ് എടുത്താലും റിലീജിയൻ ആയാലും മറ്റൊരാളിലേക്ക് ഫോഴ്സ് ചെയ്യുമ്പോഴാണ് ഇവിടെ പ്രശ്നം പറ്റുന്നത്. അപ്പൊ റിലീജിയൻ നമുക്ക് ബാൻ ചെയ്യണമെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. കറക്റ്റ്. അപ്പം എന്റെ റിലീജിയൻ ഞാൻ ആഘോഷിക്കുന്നത് ഞാൻ ഫോളോ ചെയ്യുന്നു. കറക്റ്റ്. ഫോഴ്സ് ചെയ്യപ്പെടുന്ന റിലീജിയൻസ് ബാൻ ചെയ്യണം. ഫോഴ്സ് ചെയ്യപ്പെടുന്ന ദൈവങ്ങളെയും ദൈവത്തിന്റെ മറ്റേ വേഷമണിഞ്ഞ കോൺമാൻമാരെയും റിജക്ട് ചെയ്യുന്ന വേണം. നമ്മുടെ ഭരണഘടന നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാം. നമ്മുടെ റിലീജിയനെ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാം നമ്മുടെ ഭരണഘടന പ്രകാരം. പക്ഷെ ഫോഴ്സ് ചെയ്യരുത്, അടിച്ചേൽപ്പിക്കരുത് എന്നുള്ളത് ഇതേ ഒരു ഇത് ഒരു രീതിയിലും ബഡ്ഡിംഗ് സ്റ്റേജിലാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാര്യം ഈ ബഡ്ഡിംഗ് സ്റ്റേജ് ഒക്കെ മാറി നമ്മുടെ കഴുത്തിന് മേളിൽ ഇങ്ങനെ വന്ന് മുറുകിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ ദിസ് ഈസ് ഇൻഫ്ലുവൻസിങ് ചിൽഡ്രൻ ഓൺ എ ഹ്യൂജ് ബേസിസ്. കാര്യം യൂത്ത്സ് ഇൻ അമേരിക്ക, യൂറോപ്പ് ഇങ്ങനത്തെ രാജ്യങ്ങളിൽ ഈ യൂത്ത്സ് അല്ല അവർക്ക് ആക്ച്വലി ഇപ്പോഴും കൺഫ്യൂഷൻ ആണ് വാട്ട് ദേ ആർ, അല്ലെങ്കിൽ അവരുടെ ജെൻഡർ ഐഡന്റിറ്റി എന്താണെന്നുള്ള കൺഫ്യൂഷൻ. എന്തിനാണ് ആ കൺഫ്യൂഷൻ? ആ കൺഫ്യൂഷന്റെ ആവശ്യമില്ല. ആ കൺഫ്യൂഷന്റെ ആവശ്യമില്ല. അല്ല, ജെൻഡർ നമുക്ക് എങ്ങനെയാണ്, ഞാൻ ഏത് ജെൻഡറിലാണ്, അല്ല ഓക്കെ വാട്ട് എവർ, എത്ര ജെൻഡർ എന്നൊക്കെ ഉള്ളത് ഇപ്പോഴും ചർച്ചകൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ഞാൻ പറയണേ, ഞാൻ അല്ല ഞാൻ സോഷ്യൽ കൺസ്ട്രക്ട് ആണ്. ഞാൻ നാളെ തൊട്ട് ഞാനൊരു ജെൻഡർ ആണോ? കേട്ടിട്ടുണ്ട്, പോട്ടെ വാട്ട് എവർ. ഇപ്പൊ നിങ്ങളുടെ രണ്ടുപേരുടെ മനസ്സിലായി. പക്ഷെ ഇതേക്ക് നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ചിലർക്ക് കസേര പ്രണയം, ചിലർക്ക് തെങ്ങുമ്പോ പ്രണയം, ഈ വാഴപ്രണയം എനിക്കറിയാൻ പാടില്ല പരിപാടി എങ്ങനെ. അല്ല, വാഴപ്രണയം പണ്ട് ഉണ്ടായിരുന്നു. ഞാൻ പറ്റേ അതൊരു മറ്റേ കല്യാണം കഴിയണേ. അല്ല എടാ, വാഴയായിട്ടുള്ള പ്രണയം ചരിത്രകാലങ്ങൾ തൊട്ട് ഉണ്ടായിരുന്നു ഞാൻ കേട്ടിട്ടുള്ള. വേറൊന്നുമല്ല ഈ സംഭവം ട്രാൻസ് റേഷ്യൽ സ്പീഷീസ്, അതൊന്നാമത്തെ കാര്യം. അല്ല, രണ്ടാമത്തെ കാര്യം ഏതാണ്ട് മറ്റേ മാനാണെന്ന് ഐഡന്റിഫൈ ചെയ്ത ഒരുത്തൻ മറ്റേ ഈയിടയ്ക്ക് ഹണ്ടേഴ്സ് എന്തോന്ന് എനിക്കൊന്ന് വൈകിട്ട് അല്ല അവനെ എന്തിനാ മറ്റേ ഇവിടെ സാധാരണ മനുഷ്യർ ഹോസ്പിറ്റലിൽ കൊണ്ട് അവനെ വെറ്റിനറി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്? അവൻ മാനല്ലേ? അല്ല ഞാൻ പോട്ടെ, അതൊക്കെ അതിനൊന്നും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. അല്ല അതിനൊന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. അല്ല, ഈ ട്രാൻസ്ലേഷൻ അങ്ങനെയുള്ള ഒരു ആശയത്തിനോടൊക്കെ എനിക്കറിയില്ല. പഠിക്കണം, കൂടുതൽ പഠിക്കണം, മനസ്സിലാക്കണം എന്നാ പറയുന്നത്. പക്ഷെ ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരൊറ്റ കാര്യം ചോദിക്കാം. നിങ്ങളുടെ രണ്ടുപേരുടെയും ബർത്ത് സർട്ടിഫിക്കറ്റിൽ നിങ്ങൾ എന്താണെന്നാണോ കൊടുത്തിരിക്കുന്നത്? ആണാണോ പെണ്ണാണോ? അലൻ ജോർജ്, മെയിൽ. കറക്റ്റ്. അപ്പൊ ഈ മെയിൽ ഫീമെയിൽ എന്നൊക്കെ പറയുന്ന ഒരു കാറ്റഗറി വരുന്നത്, അല്ലെങ്കിൽ പെണ്ണ് ആണ് എന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് വരുന്നത്? ക്രോമസോംസ്. ഓക്കെ ഫൈൻ, ക്രോമസോംസ്. ഇപ്പം ക്രോമസോംസിന്റെ എണ്ണം കൂടിയ വേറെ ഒരു അടിസ്ഥാനം വേറൊരു സാധനമുണ്ട്.
അല്ല, പക്ഷെ അവിടെയും അടുത്ത ചർച്ച വരികയാണ്. ഇപ്പൊ നമ്മൾ ജനറൽ ഓർഗൻസിന്റെ പേരിലാണ് ഇത്. ഞാൻ പറഞ്ഞല്ലോ കേട്ടോ, ലോബോ പറയുന്നതാണ്, ജൂഡി ലോബോ പറയുന്നതാണ്. അതായത് ഇപ്പൊ ജനറൽ ഓർഗൻസിന്റെ പേരിലാണെങ്കിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഓക്കെ വാട്ട് എവർ, ഇപ്പൊ പ്രസവിക്കാനുള്ള കഴിവ് ഇന്റർസെക്സ് നമുക്ക് തേർഡ് ജെൻഡർ ആയിട്ട് എന്തുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യാം? XX അല്ല XY അല്ലെങ്കിൽ XX പിന്നെയുള്ളതാണ് ഈ പറയുന്ന XYX അങ്ങനെ നമുക്ക് എന്തുകൊണ്ട് തേർഡ് ജെൻഡർ ആയിട്ട് കണ്ടോടോ? അത് കാണാം. പക്ഷെ നമ്മളൊന്നും പറയുന്നില്ല, ബൈബർത്ത് അവർ അങ്ങനെയാണ്. ഓക്കെ വാട്ട് എവർ. അപ്പൊ നമുക്ക് പക്ഷെ അതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഒന്നും പറയുന്നില്ല ഇതിന്റെ അകത്ത്. പക്ഷേ ഇവർ ഈ ചെയ്യുന്ന ഓവറായിട്ട് കാണിക്കുന്നതിനെ പറയുന്നുള്ളൂ. അല്ല, ഇവിടെ പറയുന്ന വന്ന ചർച്ചയുടെ ഒരു ബേസിൽ പറയാം, എന്തുകൊണ്ട് നിങ്ങൾ ഇത് ആണ് പെണ്ണ് എന്നുള്ള രീതിയിൽ കാറ്റഗറൈസ്, എന്തിന്റെ അടിസ്ഥാനത്തിൽ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും? ഡ്രസ്സാണോ? ഇപ്പൊ എല്ലാവരും ഏകദേശം ഒരേപോലത്തെ ഡ്രസ്സല്ലേ ഇടുന്നത്. ഈവൻ ടൗണിലൊക്കെ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഫെയറിനൊക്കെ പോകുന്ന കണ്ടില്ലേ, ഓക്കെ. അപ്പം അത് നമുക്ക് ഇഷ്ടമുള്ള രീതി. അതൊക്കെ ചിക്കാണ്. ഞാനൊരു കാര്യം പറയട്ടെ, ആ പിള്ളേര് അതൊക്കെ മറ്റേ ചിക്ക് ആശയത്തിൽ വരുന്ന സാധനങ്ങളാണ്. എന്ന് വെച്ചാൽ അതൊക്കെ ഇട്ട് കഴിഞ്ഞാലാണ്, അതൊക്കെ ഇട്ട ആളാണ് കൊറിയൻ ട്രെൻഡ്. കൊറിയൻ ട്രെൻഡിനെ കുറിച്ച് പറയണ്ട, കാരണം മറ്റേ സാധനം മറ്റേ ആർമി വരും അച്ഛനെ ആർമി വരും, പണി കിട്ടും, പിങ്ക് ബോംബ്. ഇന്ന് സ്കൂള് വിട്ടു കഴിഞ്ഞാൽ നീ തീരും. എന്ത് നിങ്ങൾ ജെൻഡർ ഇപ്പം പ്രസവിക്കുക അല്ലെങ്കിൽ മെൻസ്ട്രേഷൻ ഇതൊക്കെയുള്ള പെൺകുട്ടികൾ അവർ മാത്രമാണോ പെൺകുട്ടികൾ? അല്ല, അങ്ങനെ ഇല്ലാത്ത പെൺകുട്ടികളുണ്ട്. കറക്റ്റ്. ഇപ്പം അല്ലാണ്ടുള്ള ബോഡി ഫീച്ചേഴ്സ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ പല രീതിയിൽ ഇപ്പം ഗൈനക്കോമാസ്റ്റിയ പോലെയുള്ള ഓരോരോ ഇത് സിൻഡ്രോംസും കാര്യങ്ങളും, സിൻഡ്രോം ആണെന്ന് പറയില്ല, കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ ഉള്ളവർ അതാണോ പെണ്ണാണോ? അപ്പൊ എന്തിന്റെ അടിസ്ഥാനത്തിൽ ഈവൻ ഹോർമോൺസ്, ടെസ്റ്റോസ്റ്റെറോൺ, ഈസ്ട്രോജൻ, ഇതിന്റെ അടിസ്ഥാനത്തിൽ പറ്റുമോ? ടെസ്റ്റോസ്റ്റെറോൺ കൂടിയ പെൺകുട്ടികളുണ്ട്, ഈസ്ട്രോജൻ കൂടിയ ആൺകുട്ടികളുണ്ട്. കാണാം, ഉണ്ടാകാം. നിങ്ങളെ അല്ല, അപ്പൊ ഞാൻ പറയുന്നത് നമുക്ക് ശരി. അല്ല, ഒരു രീതി നമുക്ക് പറയില്ല. ജെൻഡർ എന്ന് പറയുന്നത് പെർഫോമൻസ്, ജെൻഡർ പെർഫോമിറ്റി എന്ന് പറയുന്ന നമ്മള് ഇവരെ ഭീകരമായിട്ട് ജഡ്ജ് അല്ല, ഈ ബിഹേവിയറൽ പാറ്റേൺ മാറ്റമാണ്. നമ്മൾ പാരീസ് ഒളിമ്പിക്സ് പോലത്തെ ഇന്റർനാഷണൽ ഇവന്റ്സിൽ പോലും ഇവർക്ക് ഇത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ മറ്റൊരാളുടെ ഒരു കാര്യത്തിനെ നമുക്ക് ഡിക്റ്റേറ്റ് ചെയ്യാനും നമുക്ക് അധികാരം ഇല്ല എന്നുള്ള ഒരു ബേസിക് ആയിട്ടുള്ള അത് നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ സുരക്ഷയ്ക്കോ അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള ഇത് ക്രിസ്ത്യൻ ലാസ്റ്റ് സപ്പർ ഒരു ഡ്രാഗ് ഷോ ആക്കുന്നത് ക്രിസ്ത്യാനിറ്റി അപമാനിക്കുന്നതാണ്. ഞാൻ പറഞ്ഞല്ലേ, ഇലോൺ മസ്ക് പറഞ്ഞാണ്. അപ്പൊ ഇത്രേ ഉള്ളൂ. അതായത് നമ്മളിപ്പം എന്താണ് ജെൻഡർ അല്ലെങ്കിൽ എന്താണ് കൺക്ലൂഡിംഗ് നോട്ട് ഇത്രേ ഉള്ളൂ. മര്യാദക്കാണെങ്കിൽ മര്യാദക്ക്, മറ്റേ നിങ്ങൾ ഏത് ജെൻഡർ ആണെങ്കിലും ഇത്രേ ഉള്ളൂ. ഇതിപ്പോ നമ്മൾ ഏത് വിഷയം എടുത്താലും ഇപ്പൊ മാൻ വേഴ്സസ് ബിയർ എന്നുള്ള ഒരു കൺസെപ്റ്റ് പോലെയാണ് ഈ പറയുന്നത്. നിങ്ങൾക്ക് പാരലൽസ് അംഗീകരിച്ചങ്ങ് തരുക. പാരലൽസ് കണ്ടുപിടിച്ചാല് നമുക്ക് മനസ്സിലാവും കോർ ഇഷ്യൂ എന്താണ്, മറ്റൊരാൾ നമുക്ക് ഡിക്റ്റേറ്റ് ചെയ്യാം ഏത് വരെയാണ്. ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ എത്രത്തോളം നമുക്ക് പെരുമാറാൻ പറ്റും, എന്ത് രീതിയിൽ നമുക്ക് നമ്മൾ സ്വയം എക്സ്പ്രസ് ചെയ്യാൻ പറ്റും മറ്റൊരു രാജ്യത്ത്, അത് ഓരോ രാജ്യത്തിന്റെയും ഓരോ കമ്മ്യൂണിറ്റിയും സോഷ്യൽ കൺസ്ട്രക്ട് എല്ലാം അനുസരിച്ചിട്ടിരിക്കും. അല്ല, ഇതിന്റെ എല്ലാം പറയുന്നുണ്ട്. ഇപ്പൊ ഓരോന്ന് പറയുന്നുണ്ട്, ഫെമിനിസം പറഞ്ഞു, ജെൻഡർ പറഞ്ഞു, ഇതുപോലെ LGBTQ പറഞ്ഞു, എല്ലാം പറയുന്നതിന്റെ കൂട്ടത്തിൽ ഇതിന്റെ എല്ലാത്തിന്റെ ഒരു മെയിൻ ഒരു ഹെഡ് പോലെ എല്ലാം ഒരു തലതൊട്ടപ്പൻ എന്നൊക്കെ പറയുന്ന പോലെ ഒരു സാധനമാണ് ഇതിന്റെ അകത്ത് പൊളിറ്റിക്കൽ കറക്റ്റ്നസ്. കാരണം ആൾക്കാർക്ക് ഒന്നാമത്തെ കാര്യം ഭയമായി തുടങ്ങി എന്തെങ്കിലും പറയാൻ. സത്യം. ഇപ്പൊ എനിക്ക് തന്നെ പറയാം, ഞാൻ ഇപ്പൊ നമ്മൾ ഇപ്പൊ ഇത് സംസാരിക്കാൻ പോലും ചില സമയത്ത് ഒരു ഉള്ളിൽ ഭയമുണ്ട്. നമ്മൾ എന്തെങ്കിലും ഒരു അഡൽ ജോക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അറിയാതെ പറഞ്ഞു നമുക്കൊരു വലിയ പേടിയുണ്ട്. ആ ഒരു ക്യാൻസൽ കൾച്ചർ ഭയങ്കര സഫോക്കേറ്റിംഗ് ആയി തുടങ്ങിയിരിക്കുകയാണ്. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറയുമ്പോൾ വളരെ ബേസിക് ആയിട്ട് നമ്മളിപ്പം ഗൂഗിളോ എന്ത് നോക്കിയാലും ബ്രിട്ടാനിക്കൊക്കെ പറയുന്ന ഒരു നിർവചനം, ഡെഫിനേഷൻ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ പറയുന്ന വാക്കുകളിൽ സംസാരത്തിലൊന്നും മറ്റൊരാളെ ഒരു കാസ്റ്റോ അല്ലെങ്കിൽ ഒരു റേസോ ഒരു എത്നിസിറ്റി അങ്ങനെയുള്ള ഒന്നിനെയും ഒരു വിഭാഗത്തിനെ വിഷമിപ്പിക്കാത്ത രീതിയിൽ സംസാരിക്കുക, അതാണ് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്. പക്ഷേ വരുന്നുണ്ട് അവിടെ. നമ്മൾ ഈ പറയുന്ന പോലെ ഇതെല്ലാം ഓക്കെ, ഇതെല്ലാം സംഭവം കൊള്ളാം, കേൾക്കാനൊക്കെ രസമുണ്ട്. പക്ഷെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അറ്റത്ത് എന്തെങ്കിലും ഒരു സാധനം മതി, അതൊരു വലിയ വിഷയത്തിലേക്ക് പോകും. ഉദാഹരണത്തിന് സിനിമകളിലെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഫിക്ഷണലാവാം. ഞാൻ പറഞ്ഞു ഒരു വില്ലൻ അവനൊരാളെ കൊല്ലുന്നു, അത് പൊളിറ്റിക്കലി ഇൻകറക്റ്റാ, അത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വില്ലനെ ഇപ്പൊ നന്നായി നടക്കാൻ പറ്റുമോ? ഇല്ല, പറ്റില്ല. ഇല്ല, അതാണ് പറഞ്ഞത്. ഈ ആവശ്യമില്ലാത്ത
പള്ളിയിൽ പ്രാർത്ഥിച്ചിട്ട് റേപ്പ് ചെയ്യുന്ന അല്ല ആ ഒരു സെറ്റപ്പിലേക്ക് അതാണ് ഒരു സിനിമ. ഇപ്പൊ ഒരു സിനിമയിൽ ഒരു സ്റ്റോറി ഉണ്ടാവുമല്ലോ, ആ സ്റ്റോറിയിലെ ഭയങ്കരമായിട്ട് മാറില്ല പൊളിറ്റിക്കൽ കറക്റ്റ് ചെയ്തോണ്ടിരുന്നത്. അല്ല, നമ്മളിപ്പോ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഇപ്പം കുറച്ച് മുമ്പുണ്ടായിരുന്ന കുറച്ച് മുമ്പല്ല ഇപ്പോഴും ചർച്ച ചെയ്യുന്ന ആർട്ട് ഫോർ ആർട്ട് സേക്ക്, ആർട്ട് ഫോർ ലൈഫ് സേക്ക് എന്നൊക്കെ പറയുന്ന ചർച്ചകളില്ലേ. ഇത് നമുക്ക് ബേസിക് ആയിട്ട് നമുക്കൊരു ബോധം ഉണ്ടാവണം. നമ്മുടെ ഉള്ളിൽ ഒരു പൊളിറ്റിക്കൽ ഒരു രാഷ്ട്രീയ ശരി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്, അതിനനുസരിച്ച് നമ്മൾ വിലയിരുത്തിയാൽ മതി. ഇൻഫ്ലുവൻസ് ഇല്ല, എനിക്ക് തോന്നുന്നില്ല. കാര്യം സിനിമ കൊണ്ട് ഇൻഫ്ലുവൻസ് ആവുന്നത് ഒരുതരം മാനസിക രോഗമാണെന്ന് ഞാൻ ഇല്ല. ഇപ്പം അനിമൽ സിനിമക്കൊക്കെ എതിരെ ഭയങ്കരമായിട്ടുള്ള ചർച്ച വന്നു. പക്ഷെ ഞാൻ റീസെന്റ് ആയിട്ട് എനിക്കൊന്ന് മാലാ പാർവതി എന്തോ പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഇതാണ്, ആ സിനിമയുടെ പേര് എന്ന് പറയുന്ന അനിമൽ ആണ്, ഒരു അനിമലിനെയാണ് കാണിക്കുന്നത്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വലിയ മറ്റേ ഭയങ്കര സബ്സ്റ്റൻസ് ഉള്ള മറ്റേ ലോക സിനിമയുടെ കൂടെ കൂട്ടാൻ പറ്റിയൊരു പടമൊന്നുമല്ല. ഇടിപ്പടങ്ങൾ നമ്മൾ അങ്ങനെ വലിയ കൗതുകം കാണിക്കാറില്ല മലയാളി. പക്ഷെ എനിക്ക് നല്ലതല്ല എന്ന് സ്വയം നമുക്ക് ബോധ്യപ്പെടുത്തുകയാണെങ്കിൽ തീർന്നു. പക്ഷേ ഒരു ടൗണിൽ കൂടെ 4 പേര് തോക്കും വെച്ച് പോകുന്ന പരിപാടി എനിക്ക് അറിയാൻ സംഭവം ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റില്ലല്ലോ. പലർക്കും മനസ്സിലാവാത്ത ഒരു സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് ശരിക്കും മനസ്സിലാവാത്തതിന്റെ ഒരു വലിയ സാധനം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അനിമൽ എന്ന് പറയുന്ന സിനിമ അതില് നേരത്തെ പറഞ്ഞ പോലെ വളരെ അനിമലിസ്റ്റിക് ഇൻസ്റ്റിങ്സ് പ്രകടിപ്പിക്കുന്ന കഥയാണ്. അപ്പൊ അവരത്രയും എന്താ പറയാ പ്രൊട്ടക്ഷൻ, അവരത്രയും അവരുടെ കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യും. അല്ലെങ്കിൽ ആ ഒരു സെൻസിലെ ആ സിനിമയുടെ ഇതിനൊന്നും വലിയ അർത്ഥമൊന്നും കണ്ടുപിടിക്കാൻ നമുക്ക് അങ്ങനെ എപ്പോഴും പറയാൻ പറ്റില്ല. കാരണം വളർന്നു വരുന്ന ഒരു കാറ്റഗറി ഉണ്ടാകുമ്പോഴത്തേക്ക് അവർ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ്ഡ് ആയാലോ എന്നുള്ളതും കൂടി നമ്മൾ ചർച്ച ചെയ്യാം. പക്ഷേ ഇവിടെ ഒരു പ്രോപ്പർ ഒരു എഡ്യൂക്കേഷൻ കൊടുത്താൽ തീരുന്ന പ്രശ്നമുള്ളൂ എന്നാണ് എത്രത്തോളം അല്ല സ്വയം മനസ്സിലാക്കാൻ പലർക്കും ഇപ്പൊ കപ്പാസിറ്റി അല്ല. ഇപ്പൊ ഈ സ്പൂൺ ഫീഡ് ചെയ്യണം, എന്ത് പറഞ്ഞാലും സ്പൂൺ ഫീഡ് ചെയ്യണം എന്ന് വെച്ചാൽ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് സ്പൂൺ ഫീഡ് ചെയ്യണം. മെയിൻ ആയിട്ട് ഒരു സാധനം നമ്മൾ അല്ലാതെ പറയണം, നമ്മൾ ഇങ്ങനെ ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കണം. അല്ല, ഞാൻ പറയുന്ന ഇത്രേ ഉള്ളൂ. ഇപ്പം സുഭാഷ് ചന്ദ്രന്റെ മനുഷ്യന്റെ ഒരു ആമുഖം എന്ന് പറയുന്ന ഒരു പുസ്തകത്തിലെ ഒരു ഡയലോഗ് ഉണ്ട്. അത് ഇത്ര ഇങ്ങനെയാണ്. അതായത് ഇപ്പം നമ്മൾ പകിട്ടും പത്രാസും ഇല്ലാത്ത ഒരു സാധനത്തിനെ നമ്മൾ ചാത്തെന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ മാനസിക നിലകൊണ്ട് അധമനായ ഒരു മനുഷ്യനെ നമ്മൾ എന്താ പറയാ ചെറ്റാന്ന് പറയുന്നു. അപ്പം അവിടെ വിഷമിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ടാവുന്നുണ്ട്. അവരുടെ പണ്ട് താമസിച്ച ഒരു വീട്ടിനെ പറ്റിയാണ് അവർ പറയുന്നത്, അല്ലെങ്കിൽ സ്വന്തം പ്രിയപ്പെട്ട അച്ഛനെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു വിഷമത്തിന് നമ്മൾ ചർച്ച ചെയ്താൽ മതി. കാരണം ഈ ഒരു വിഷമം നമ്മൾ പരമാവധി മറ്റൊരാളെ വിഷമിപ്പിക്കാതെ വേദനിപ്പിക്കാതെ നമുക്ക് നമ്മുടെ ഐഡിയാസ് കൺവേ ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്. വേറെ വലിയ സംഭവം ഇപ്പൊ ബ്ലാക്ക് ലൈഫ് മാറ്റേഴ്സ് എന്ന് പറയുന്നത്. ഈ ബ്ലാക്ക് ലൈഫ് മാറ്റേഴ്സ് എന്ന് ഏറ്റവും കൂടുതൽ മുറവിളി കൂട്ടുന്നവരാ ബ്ലാക്സും ആണ്. പക്ഷെ എന്നാ ബ്ലാക്സ് എന്ന് പറയാൻ പാടില്ല. പിന്നെ എന്തിനാണ് അവർ ബ്ലാക്ക് ലൈഫ് മാറ്റേഴ്സ് എന്ന് പറയുന്നത്? അവിടെ എന്ത് ഇതാണ് ആ കോൺസെപ്റ്റ്, എന്ത് ക്ലാരിറ്റി ഉള്ളത്? അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞു കറുത്തിട്ടുള്ള ആൾക്കാർ ഇപ്പൊ നമ്മൾ മലയാളം ഒരു ചാനലിൽ തന്നെ ഉണ്ട് സ്റ്റാർ മാജിക്, അവരെന്തൊക്കെയാണ് ഈ പറഞ്ഞ പല്ലുന്തിയവൻ. പക്ഷെ അത് ഇപ്പം വേദനിപ്പിക്കും. അതൊന്നും ആർക്കും ഒരു കുഴപ്പമില്ല. അത് ഭയങ്കര ചർച്ച ചെയ്യുന്നു ഇപ്പം. പക്ഷെ ചർച്ച ചെയ്യുന്നുണ്ട് കേട്ടോ. ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ പോലും സ്റ്റിൽ അത് ഒരു വലിയൊരു കമ്മ്യൂണിറ്റി അത് ഭയങ്കര ഹാപ്പി ജോക്സ് ആയിട്ട് എടുക്കുന്നുണ്ട്. അതേ സമയത്ത് ഇവിടെ ചിലര് എന്തെങ്കിലും അറിയാണ്ടൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പക്ഷെ ഞാൻ പറയുന്നത് ഈ സ്റ്റാർ മാജിക് പോലത്തെ പരിപാടികളിൽ പോലും അവർക്ക് ശരിക്കും അവര് ആക്ച്വലി അത് കാരണം എന്റർടൈൻഡ് ആവുന്ന ഒരു രീതിയിലുള്ള ആളുകളുണ്ട്. ഇപ്പം സ്റ്റാർ മാജിക്കിനെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് ഫാമിലി കൈയെ പൊക്കി പിടിക്കുന്ന ആളുകളുണ്ടല്ലോ. ഫാമിലി കൈ ഇറ്റ് ഈസ് സോ ഡാർക്ക്. പേഴ്സണലി എനിക്ക് ഫാമിലി കൈ ഇഷ്ടമാണ്, ആൻഡ് ഐ ലൈക്ക് ഡാർക്ക് ഹ്യൂമർ. പക്ഷെ സ്റ്റാർ മാജിക്കിനെ ചീത്ത വിളിച്ചിട്ട് ഫാമിലി കൈ എന്ത് കോണ്ടന്റ് ആണ് എന്ന് പറഞ്ഞ് മറ്റേ ഊറ്റം കൊള്ളുന്ന ആളുകളുണ്ട്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സാധനമുണ്ട്, ഈ ഡാർക്ക് ഹ്യൂമറിന്റെ ഒക്കെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ എന്തും വിളിച്ചു പറയാനുള്ള ഒന്നാണ് എന്ന് പറഞ്ഞിട്ട് ഓക്കെ ഞാൻ ഡാർക്ക് ഹ്യൂമർ ആണ് പറഞ്ഞതെന്ന് പറയുന്നവരോട് യോജിക്കാൻ പറ്റുമോ? എനിക്ക് ഡാർക്ക് ഹ്യൂമർ ഭയങ്കര ഇഷ്ടമാണ്. അല്ലെ, ഡാർക്ക് ഹ്യൂമർ എന്ന് പറയുന്നത് നമ്മളിപ്പം ഒരു ലിറ്ററേച്ചറിന്റെ ഹിസ്റ്ററി ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് ഡാർക്ക് ഹ്യൂമർ. അതായത് ലിറ്ററേച്ചറിലുള്ള ഒരു ഡാർക്ക് ഹ്യൂമർ ഒക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടം. അല്ല, പക്ഷേ ഞാൻ പറയാറുണ്ടാവും പലപ്പോഴും, പറഞ്ഞിട്ടുമുണ്ട്. പക്ഷെ സ്റ്റിൽ നമുക്കൊരു പൊതുസദസ്സിൽ അത് പറയാൻ പേടിയാണ്. പൊതുസദസ്സിൽ നമ്മൾ എന്തുകൊണ്ട് പറയുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ രാഷ്ട്രീയ ശരി. മനസ്സിലായോ? അതായത് നമ്മളെല്ലാവരും നമ്മുടെ മാത്രം ഒരു പേഴ്സണൽ സ്പേസിൽ നമുക്ക് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒന്നുമില്ല. സുഹൃത്തുക്കൾ തമ്മിൽ പോലും പറയാൻ പാടില്ല. പേടിയാ. ഇതൊക്കെ ഒരു പ്രോസസ് ഓഫ് അൺലേണിംഗ് ആണല്ലോ. അല്ല, ഇത് ലേണിംഗ് അൺലേണിംഗ് ഒന്നല്ല. ഇത് ഇപ്പൊ നമ്മള് ഇവനും ഞാനും മറ്റൊരാളെ നമുക്ക് വേദനിപ്പിക്കാനുള്ള ഒരു ലൈസൻസ് ഇല്ല. വേദനയല്ല, ഇവനും ഞാനും കാലങ്ങളായിട്ട് ഫ്രണ്ട്സ്. ഞങ്ങൾ തമ്മിൽ സംസാരിക്കുന്ന കേട്ട് കഴിഞ്ഞാൽ അതെ, നിങ്ങൾക്ക് തമ്മിൽ സംസാരിക്കാം. പക്ഷെ അതെ, പക്ഷെ നിങ്ങളുടെ ഒരു അതിൽ വലിയൊരു സംഭവം എന്ന് പറഞ്ഞാൽ എനിക്കോ ഇവനോ എന്തെങ്കിലും ഒരു കാരണത്താൽ വേദന ഉണ്ടായി കഴിഞ്ഞാൽ ഞങ്ങൾ അപ്പം സോറി പറഞ്ഞ് അതൊരിക്കലും ആവർത്തിക്കില്ല എന്നുള്ളൊരു ഇതിലേക്ക് വരും. പക്ഷെ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സും ഇതും പറഞ്ഞ് ആർട്ടിനെ നശിപ്പിക്കോ അല്ലെങ്കിൽ അത് എന്താ പറയാ കളയോ വേണ്ട എന്നാണ് എന്റെ അഭിപ്രായം.
ആൻഡ് ഇപ്പോ നമ്മള് വോക്ക് ഐഡിയോളജിയെ പറ്റി ഒരുപാട് ഡിസ്കസ് ചെയ്തു, അല്ലെങ്കിൽ വോക്കിന്റെ അടിയിൽ വരുന്ന ഒരുപാട് കാര്യങ്ങളെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു. LGBTQ, ഫെമിനിസം, ജെൻഡർ, പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്, ഇതെല്ലാം നമ്മൾ ഇപ്പോൾ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഞാൻ ഈ എപ്പിസോഡിന്റെ പേരിടാൻ ആലോചിച്ചപ്പോൾ എനിക്ക് ആദ്യം മനസ്സിൽ വന്നത് ടു വോക്ക് ടു ഹാൻഡിൽ എന്നാണ്. ബിക്കോസ് അതിന്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു ഇത് ഈ പേരിടുന്നത് 2 ദിവസം മുന്നേ ശരിക്കും ഞാൻ എൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇലോൺ മസ്കിനെ പറ്റി നമ്മുടെ ഇവിടെ ഒരുപാട് പ്രാവശ്യം പറഞ്ഞല്ലോ. അപ്പം അദ്ദേഹത്തിന്റെ മകനെ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു, അദ്ദേഹം മരിച്ചു എന്ന് തന്നെയാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ മകനെ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടത് ഈ വോക്ക് മൈൻഡ് വൈറസ് കാരണമാണ്. അതിനെ നശിപ്പിക്കാൻ അദ്ദേഹം എല്ലാ വഴിയും സ്വീകരിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. സോ പുള്ളിയെ പോലെ വലിയ ആള് എന്ന് വെച്ചാൽ നമ്മൾ ഒരു രീതിയിലും എന്താ പറയാ ഇത് അഫക്റ്റ് ചെയ്യില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരാൾ, ജീവിതത്തിൽ ഇത്രയും സക്സസ്ഫുൾ ആയ ഇത്രയും പൈസ ഉള്ള ഒരു മനുഷ്യൻ, അവരുടെ ജീവിതത്തിൽ പോലും ഈ വോക്ക്നെസ് അല്ലെങ്കിൽ വോക്ക് മൈൻഡ് വൈറസ് കാരണം, ഞാൻ അതിനെ ഒരു വൈറസായിട്ട് കാറ്റഗറൈസ് ചെയ്യില്ല, എന്നാലും പുള്ളിയുടെ വാക്കുകളാണ്, അത് കാരണം അവർക്ക് പ്രശ്നങ്ങളുണ്ടായും അത് എന്ത് വില കൊടുത്ത് നശിപ്പിക്കും എന്ന് പറയുന്ന, അതുപോലെ വലുതായിരിക്കും. അതെ, അല്ല അത് നമ്മൾ കാണേണ്ട സാധനം എന്ന് പറഞ്ഞാൽ അദ്ദേഹം അത്ര അനുഭവിച്ചിട്ടുണ്ട്. സ്വന്തം മകനെ നഷ്ടപ്പെട്ട് പുള്ളിയെ ട്രിക്ക് ചെയ്ത് മറ്റേ പ്യൂബർട്ടി ബ്ലോക്കേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യിപ്പിക്കേണ്ടി വന്നു, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പൊ സോ ബേസിക് ആയിട്ടുള്ള സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബീയിങ് വോക്ക്, ബീയിങ് ജെൻഡർ ന്യൂട്രൽ, ഇതെല്ലാം ഒരു പരിധി വരെ നല്ലതാണ്. നമുക്കതാ ഇതുവരെ ഉള്ളൂ ഒരാളുടെ അടുത്തുള്ള സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ, അത് ഇവിടം വരെ എത്തിക്കഴിഞ്ഞാൽ അത് വലിയൊരു പ്രശ്നം തന്നെയാണ്. ആ പ്രശ്നത്തെ ഞങ്ങൾ അഡ്രസ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. ദിസ് ഇസ് അലൻ സൈനിങ് ഓഫ്. അപർണ സൈനിങ് അങ്ങനെയൊക്കെ പറയണോ? അപർണ സൈനിങ് ഓഫ് എന്ന് പറയണം.